ഇതാണ് സുജൂദിൽ നമ്മൾ പറയേണ്ട പ്രാർത്ഥനകൾ. 4 പ്രാർത്ഥനകൾ പറഞ്ഞു. സുബ്ഹാന റബ്ബിയൽ അഅല, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മഗ്ഫിർലി, സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വർ-റൂഹ്, അല്ലാഹുമ്മ ലക സജദ്തു വബിക ആമൻതു വലക അസ്ലംതു, സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ്ഖ സമഅഹു വബസറഹു, തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഈ 4 പ്രാർത്ഥനകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പ്രധാനമായും ഇവിടെ സ്ഥിരപ്പെട്ടിരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നാം ഇവിടെ വായിച്ചു വരുന്നത് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയുടെ സിഫത്തു സ്വലാത്തിൻ നബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാര രൂപത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്ന കിതാബാണ്. അൽഹംദുലില്ലാഹ് ഏതാനും ആഴ്ചകളായി, ഏകദേശം 6 ദർസുകളിലായി നാം വായിച്ചത്. ഇന്നത്തെ ഭാഗം വായിക്കുന്നതിന് മുമ്പ് ഒരു വിഷയം, അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ദർസ് അൽ ആദാബുൽ അശറയായിരുന്നു. ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുള്ളയുടെ 10 അദബുകൾ എന്ന വിഷയത്തിലായിരുന്നു നമ്മുടെ ദർസ്. അന്ന് ഒരു വ്യക്തി ചോദിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിന്റെ മറുപടി പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിനുശേഷം നമ്മുടെ ദർസിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ചോദ്യം അന്ന് നമ്മൾ പറഞ്ഞിരുന്നു, വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയണം. വീട്ടിലേക്ക് കയറുമ്പോൾ വീട്ടിലുള്ളവർക്ക് സലാം പറയണം. അനസ് ഇബ്നു മാലിക് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യാ ബുനൈ ഇദാ ദഖൽത അലാ അഹ്ലിക്. ചെറിയ കുട്ടിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലിം. നീ വീട്ടിലേക്ക് കയറുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പറഞ്ഞുകൊണ്ട് കയറുക. യകുൻ ബറകതൻ അലൈക വഅലാ അഹ്ലി ബൈതിക്. അത് നിനക്കും നിന്റെ വീട്ടുകാർക്കും ബറക്കത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതിനെക്കുറിച്ച് കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ ചോദ്യം, ഒരു വീട്ടിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ ആ വീട്ടിൽ ആരുമില്ല എങ്കിൽ നമ്മൾ സലാം പറയേണ്ടതുണ്ടോ? ഒരു വീട്ടിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ആ വീട്ടിൽ ആരുമില്ല, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ പ്രവേശിക്കുകയാണ്, നമ്മൾ പുറത്തെവിടെയെങ്കിലും പോയി പിന്നീട് വീട്ടിലേക്ക് കയറുകയാണെങ്കിൽ അവിടെ നാം സലാം പറയേണ്ടതുണ്ടോ? ഈ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസുകൾ സ്ഥിരപ്പെട്ടിട്ടില്ല. ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന രൂപത്തിൽ ഹദീസുകൾ സ്ഥിരപ്പെട്ടിട്ടില്ല. പക്ഷേ സ്വഹാബത്തിന്റെ പ്രവർത്തനങ്ങൾ നോക്കിയാൽ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ അദബുൽ മുഫ്രദിൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി കാണാം. അദ്ദേഹം ആളുകളില്ലാത്ത വീട്ടിലേക്ക് കയറിയാൽ അദ്ദേഹം പറയാറുണ്ട്, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്സാലിഹീൻ. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആളുകളില്ലാത്ത വീട്ടിലേക്ക് കയറിയാൽ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്സാലിഹീൻ എന്ന് പറയാറുള്ളതായി ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ അദബുൽ മുഫ്രദിൽ ഉദ്ധരിച്ചതായി നമുക്ക് കാണാം. അത് സ്വീകാര്യമാണ് എന്ന് ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ളയും ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സഹീഹുൽ അദബുൽ മുഫ്രദിലും പറയുന്നതായും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മളൊരു വീട്ടിൽ കയറുമ്പോൾ, നമ്മൾ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും പുറത്തേക്ക് പോയി വീട്ടിൽ ആരുമില്ല, തിരിച്ച് വീട്ടിലേക്ക് കയറുമ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്നത് പറയൽ അനുവദനീയമാണ്. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്സാലിഹീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പ്രത്യേകമായി അതിൽ ഒന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. ഇമാം നവവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബുൽ അദ്കാരിൽ പറഞ്ഞു, യുസ്തഹബ്ബു അൻ യഖൂല ബിസ്മില്ലാഹ്. വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ലാ എന്ന് പറയണം. അതുപോലെ തന്നെ മൊത്തത്തിൽ ദിക്റുകൾ അധികരിപ്പിക്കണം.
വഅൻ യുസല്ലിം, വീട്ടുകാർക്ക് സലാം പറയണം. സവാഅൻ കാന ഫിൽ ബൈതി ആദമിയ്യുൻ ഔ ലാ, വീട്ടിൽ ആളുണ്ടാവട്ടെ ആളില്ലാതിരിക്കട്ടെ, വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയണമെന്ന് ഇമാം നവവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കിതാബുൽ അദ്കാരിലും പറയുന്നതായി നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു സുന്നത്ത് അല്ലെങ്കിൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചര്യ നമുക്ക് ചെയ്യൽ അനുവദനീയമാണ്. നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ ആരുമില്ല എങ്കിൽ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്സാലിഹീൻ എന്ന് പറയൽ അനുവദനീയമാണ്. തയ്യിബ്, ഇനി നാം ദർസ് നിർത്തിയിരിക്കുന്ന വിഷയം ഇഅ്തിദാലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അവസാനത്തെ ദർസ് നാം പൂർത്തീകരിച്ചത്. അതിനുശേഷം അന്ന് നാം പറഞ്ഞിരിക്കുന്ന മറ്റൊരു വിഷയമാണ് ബാറക്കല്ലാഹു ഫീക്കും, നിസ്കാരത്തിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നാം കൈ ഉയർത്തേണ്ടത്. അത് പെട്ടെന്നൊരു മുറാജ എന്ന രൂപത്തിൽ പറയാം, അതിനുശേഷം പുതിയ ദർസ് നമുക്ക് വായിക്കാം. നിസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി കൈ ഉയർത്താറുള്ളത് 4 സ്ഥലങ്ങളിലാണ്. നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി കൈകൾ ഉയർത്താറുള്ളത് 4 സ്ഥലങ്ങളിലാണ്. ഒന്നാമത്തേത് തക്ബീറത്തുൽ ഇഹ്റാമിലാണ്. നിസ്കാരത്തിന്റെ തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് നിസ്കരിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കൈകൾ ഉയർത്താറുണ്ട്. രണ്ടാമത്തേത് റുകൂഇലേക്ക് പോകുമ്പോൾ, നൃത്തത്തിൽ നിന്ന് ഖിയാമിൽ നിന്ന് റുകൂഇലേക്ക് പോകുമ്പോൾ. മൂന്നാമത്തേത് റുകൂഇൽ നിന്ന് ഉയരുമ്പോൾ. നാലാമത്തേത് ഒന്നാം തശഹുദിൽ നിന്ന് മൂന്നാമത്തെ റക്അഅത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ. ഈ 4 സാഹചര്യങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിത്യമായി കൈകൾ ഉയർത്താറുണ്ട് എന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതിനു പുറമെ എവിടെയെങ്കിലും കൈ ഉയർത്താമോ? കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞു, മാലിക് ഇബ്നുൽ ഹുവൈരിസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം നസഈ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലേക്ക് പോകുമ്പോഴും കൈ ഉയർത്തിയിട്ടുണ്ട്. കൈ ഉയർത്തി എന്ന് മാലിക് ഇബ്നുൽ ഹുവൈരിസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇലേക്ക് പോകുമ്പോഴും സുജൂദിലേക്ക് പോകുമ്പോഴും കൈകൾ ഉയർത്താറുണ്ട്. അതുകൊണ്ട് തന്നെ സമീപകാലം ജീവിച്ച അഹ്ലുസുന്നയുടെ പണ്ഡിതനായ ഷെയ്ഖ് മുഹമ്മദ് അലി ആദം അൽ അത്യോബി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ദഖീറത്തുൽ ഉഖബ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു, മൻ ഖാല ബിസ്തിഹ്ബാബി റഫഇൽ യദൈനി ഫി സുജൂദി ഹുവ റാജിഹ്. ചിലപ്പോഴൊക്കെ സുജൂദിലേക്ക് പോകുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? കൈകൾ ഉയർത്താം. വലാകിൻ, പക്ഷേ ഇതുപോലുള്ള സുന്നത്തുകൾ യുഅമലു ബിഹാ അഹ്യാനൻ, ചിലപ്പോൾ മാത്രം ചെയ്യുക. അപ്പൊ പറഞ്ഞതിന്റെ ആകെ ചുരുക്കം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിത്യമായി കൈകൾ ഉയർത്താറുള്ളത് 4 സ്ഥലങ്ങളിലാണ്. സുജൂദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്താറുള്ളതായി അല്ലെങ്കിൽ ഉയർത്തിയിട്ടുള്ളതായി മാലിക് ഇബ്നുൽ ഹുവൈരിസ് റളിയല്ലാഹു അൻഹും അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹും പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരു വ്യക്തി ഇടയ്ക്കൊക്കെ സുജൂദിൽ കൈ ഉയർത്തുകയാണെങ്കിൽ അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടിരിക്കുന്ന വിഷയം തന്നെയാണ്. അതിനുശേഷം ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കിതാബിൽ പറഞ്ഞു, ويخر على الركبتين لا على يديه لقول النبي صلى الله عليه وسلم إذا سجد أحدكم فلا يبرك كما يبرك البعير. അതിനുശേഷം ഇവിടെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറഞ്ഞത് സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം എന്താണ് നമ്മൾ വെക്കേണ്ടതെന്നതിനെ കുറിച്ചാണ്. നാം വെക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഷെയ്ഖ് ഇവിടെ പറഞ്ഞു, യഖിറു അല റുക്ബതൈൻ, സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം വെക്കേണ്ടത് കാൽമുട്ടുകളാണ്. ലാ അല യദൈ, കൈകളല്ല എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഈ കിതാബിൽ ഇവിടെ പറയുകയാണ്. ഇവിടെ സഹോദരങ്ങളെ, അതിനുശേഷം ഷെയ്ഖ് ധാരാളം ചില കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അത് ഞാൻ വായിക്കുന്നില്ല, മറിച്ച് ഈ വിഷയത്തിലുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. ആദ്യമായി ബാറക്കല്ലാഹു ഫീക്കും,
സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം കൈകളാണോ നിലത്ത് വെക്കേണ്ടത്, അതല്ല കാൽമുട്ടുകളാണോ നിലത്ത് വെക്കേണ്ടത് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. 3 അഭിപ്രായങ്ങളാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിലുള്ളത്. സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം നാം വെക്കേണ്ട അവയവം എന്താണെന്ന വിഷയത്തിൽ 3 അഭിപ്രായങ്ങളാണ് പണ്ഡിതന്മാർക്കിടയിലുള്ളത്. ഒന്നാമത്തെ അഭിപ്രായം ആദ്യം വെക്കേണ്ടത് കാൽമുട്ടാണ്. രണ്ടാമത്തെ അഭിപ്രായം ആദ്യം വെക്കേണ്ടത് കൈകളാണ്. മൂന്നാമത്തെ അഭിപ്രായം ഇതിൽ രണ്ടാലൊന്ന് നമുക്ക് ചെയ്യാം. വിഷയം വിശാലമാണ്, ഇതിൽ രണ്ടാലൊന്ന് നമുക്ക് ചെയ്യാം. ഇതാണ് ഒരു വിഭാഗം പണ്ഡിതന്മാര് പറഞ്ഞിരിക്കുന്ന അഭിപ്രായം. നമ്മൾ പറഞ്ഞ മസ്അലയുടെ രൂപം എല്ലാവർക്കും മനസ്സിലായോ? അതായത് ഇപ്പൊ നമ്മള് ഇഅ്തിദാലിലാണുള്ളത്. ഇഅ്തിദാലിൽ നിന്ന് സുജൂദിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം മുട്ടുകുത്തിയിട്ടാണോ പോകേണ്ടത്, അതല്ല സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം കൈവച്ചതിന് ശേഷമാണോ പോകേണ്ടത്? ഇതാണ് മസ്അല. സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം വെക്കേണ്ടത് കാൽമുട്ടാണോ, അതല്ല നമ്മുടെ 2 കൈകളാണോ? ഇതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ട മസ്അല. ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നോക്കിയാൽ 2 രൂപത്തിൽ നമുക്ക് ഹദീസുകൾ കാണാൻ സാധിക്കും. ഇത് പ്രത്യേകം മനസ്സിലാക്കണം. ഒന്നാമത്തേത് വാഇൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം കാൽമുട്ട് വെക്കുകയും പിന്നെ കൈകളും വെച്ചതായി ഞാൻ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിലേക്ക് പോകുമ്പോൾ, ഇഅ്തിദാലിൽ നിന്ന്, നൃത്തത്തിൽ നിന്ന് സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം കാൽമുട്ട് വെക്കുകയും പിന്നെ കൈവെക്കുകയും ചെയ്തു എന്നാര് പറയുന്നു? വാഇൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. മറ്റൊരു ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും സുജൂദിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം 2 കൈകൾ വെച്ചുകൊള്ളട്ടെ എന്ന്. ഇപ്പൊ 2 ഹദീസാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്നാമത്തേത് വാഇൽ ഇബ്നു ഹുജറിന്റെ ഹദീസിൽ പ്രവാചകന്റെ പ്രവൃത്തിയെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. പ്രവാചകൻ നിസ്കരിക്കുമ്പോൾ ആദ്യം കാൽമുട്ടാണ് നിലത്ത് വെച്ചത്. രണ്ടാമത്തെ ഹദീസിൽ പ്രവാചകന്റെ വാക്കാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത്, ആരെങ്കിലും നിസ്കരിക്കുകയാണെങ്കിൽ ആദ്യം അവൻ കൈകൾ വെച്ചുകൊള്ളട്ടെ. ഈ 2 ഹദീസുകളാണ് നമ്മുടെ മുമ്പിൽ പ്രധാനമായും നമുക്ക് കാണാൻ സാധിക്കുക. ഈ ഹദീസുകളുടെ വിഷയത്തിൽ പണ്ഡിതന്മാർ ധാരാളം ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു സദസ്സിൽ ആ ചർച്ചകൾ എന്താണ്, അതിന്റെ വിശദീകരണങ്ങൾ പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമില്ല. അതുകൊണ്ട് ആ ചർച്ചകളുടെ ഒരു മൊത്തത്തിലുള്ള രൂപം ഞാൻ പറഞ്ഞു തരാം. ഈ ഹദീസുകൾ ചില പണ്ഡിതന്മാർ പറഞ്ഞു ആദ്യം കാൽമുട്ട് വെക്കണം എന്ന ഹദീസാണ് കൂടുതൽ പ്രബലമായത്. അതുകൊണ്ട് തന്നെ സുജൂദിലേക്ക് പോകുന്ന വ്യക്തി ആദ്യം വെക്കേണ്ടത് കാൽമുട്ടുകളാണ്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അതല്ല, ആദ്യം വെക്കേണ്ടത് കൈകളാണ്. മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാ ഹദീസുകളും ദുർബലമാണ്. ഈ വിഷയത്തിൽ ആദ്യം കാലാണോ വെക്കേണ്ടത്, അതല്ല കൈയാണോ വെക്കേണ്ടത് എന്ന വിഷയത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാ ഹദീസുകളും ദുർബലമാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാം. ഇനി ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്താണ്? അഹ്ലുസുന്നയുടെ ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ വീക്ഷണം ആദ്യം കൈവെക്കണമെന്നാണോ, അതല്ല കാല് വെക്കണമെന്നാണോ, കാൽമുട്ട് വെക്കണമെന്നാണോ? ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ വീക്ഷണം അനുസരിച്ച് ഇഅ്തിദാലിൽ നിന്ന് സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം വെക്കേണ്ടത് കാൽമുട്ടാണ്. ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് ആദ്യം വെക്കേണ്ടത് കാൽമുട്ടാണ്. അതാണ് ഹനഫി മദ്ഹബിന്റെ അഭിപ്രായം, അതുപോലെ തന്നെ ഷാഫിഈ മദ്ഹബിന്റെ അഭിപ്രായം, അതുപോലെ തന്നെ ഹംബലി മദ്ഹബിന്റെ അഭിപ്രായം. ഈ 3 മദ്ഹബിന്റെ അഭിപ്രായം എന്താണ്? ആദ്യം വെക്കേണ്ടത് കാൽമുട്ടാണ്. അതുപോലെ തന്നെ ഇമാം ഇബ്രാഹിം അന്നഖഈ, മുസ്ലിം ഇബ്നു യസാർ, സുഫിയാൻ അസ്സൗരി, ഇമാം ഷാഫിഈ, ഇമാം ഇബ്നുൽ മുൻദിർ, സമീപകാലം ജീവിച്ച ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുമുല്ലാഹ് തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ പറയുന്നു സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം വെക്കേണ്ടത് എന്താണ്? നമ്മുടെ കാൽമുട്ടാണ്. ഇമാം തിർമിദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സുനനിൽ പറഞ്ഞു അൽ അമലു അലൈഹി ഇൻദ അക്സരി അഹ്ലിൽ ഇൽം, ഭൂരിപക്ഷം അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ പൊതുവെ പ്രവർത്തിച്ചു വന്നിട്ടുള്ള ശൈലി എന്ന് പറയുന്നത് സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം കാൽമുട്ട് വെക്കലാണ്. മുസ്ലിമീങ്ങൾ പൊതുവെ ചെയ്തു വന്നിട്ടുള്ള ശൈലി എന്താണ്? സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം കാൽമുട്ട് വെക്കാറുള്ളതാണ് എന്ന് ഇമാം തിർമിദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സുനനിൽ പറയുന്നു. മനസ്സിലായോ? ഇപ്പം ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ വീക്ഷണം എന്താണ്? ആദ്യം കാലാണോ വെക്കേണ്ടത്, കൈയാണോ?
കാൽമുട്ടാണ്. അതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ വീക്ഷണം. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു നമ്മൾ പോകുമ്പോൾ ആദ്യം വെക്കേണ്ടത് നമ്മുടെ കൈയാണ്. സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം വെക്കേണ്ടത് നമ്മുടെ കൈയാണ്. നേരത്തെ നമ്മൾ 3 മദ്ഹബ് പറഞ്ഞു. ഹംബലി മദ്ഹബ് പറഞ്ഞു, ഷാഫിഈ മദ്ഹബ് പറഞ്ഞു, ഹനഫി മദ്ഹബ് പറഞ്ഞു. ബാക്കിയുള്ള മദ്ഹബ് ഏതാണ്? മാലിക്കി മദ്ഹബ്. മാലിക്കി മദ്ഹബ് പറയുന്നു സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം വെക്കേണ്ടത് നമ്മുടെ കൈകളാണ്. അതാണ് ഇമാം ഔസാഇ റഹിമഹുല്ലയുടെയും ഇബ്നു ഹസ്മിന്റെയും സമീപകാലം ജീവിച്ച ഷെയ്ഖ് മുഖ്ബിൽ അൽ വാദിഇ റഹിമഹുല്ലയുടെയും അതുപോലെ തന്നെ ഷെയ്ഖ് അലി ആദം അൽ എത്യോപ്യ റഹിമഹുല്ലയുടെ ഒക്കെ അഭിപ്രായം എന്താണ്? ആദ്യം വെക്കേണ്ടത് കൈയാണ്. ആദ്യം വെക്കേണ്ടത് കൈയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട രൂപം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 2 രൂപത്തിലും ഹദീസുകൾ വന്നിട്ടുണ്ട്. ആദ്യം കൈയാണ് വെച്ചത് എന്നും വന്നിട്ടുണ്ട്. ആദ്യം പ്രവാചകൻ കാല് വെച്ചു എന്ന ഹദീസ് വന്നിട്ടുണ്ട്. കൈ വെക്കണം എന്ന് പ്രവാചകൻ പറഞ്ഞതായും ഹദീസ് വന്നിട്ടുണ്ട്. 2 രൂപത്തിലും ഹദീസ് വന്നിട്ടുണ്ട്. ഒന്ന് അബൂ ഹുറൈറയുടെ, മറ്റൊന്ന് വാഇൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹുവിന്റെ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ, മൂന്നാമതൊരു വിഭാഗം പണ്ഡിതന്മാർ എന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 2 രൂപത്തിലും ഹദീസ് വന്നതിനാൽ ആ 2-1 നമുക്ക് ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 2 രൂപത്തിലും ഹദീസ് വന്നതിനാൽ സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം കൈകൾ വെക്കുന്നവർക്ക് കൈ വെക്കാം, കാൽമുട്ടുകൾ വെക്കുന്നവർക്ക് കാല് വെക്കാം. മുഹമ്മദ് അലി ആദം അൽ എത്യോപ്യ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സുനനുൻ നസായിയുടെ ഷറഹിൽ ഈ ഒരു അഭിപ്രായം ഇമാം അഹ്മദിൽ നിന്നും ഇമാം മാലിക്കിൽ നിന്നും ഉദ്ധരിച്ചതായി നമുക്ക് കാണാം. ഒരുപക്ഷെ ചില ആളുകൾക്ക് സംശയം വരും. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഹംബലി മദ്ഹബിൽ ആദ്യം കാൽമുട്ട വെക്കേണ്ടത്. ഒരു മദ്ഹബിന്റെ അഭിപ്രായം എന്ന് പറയുമ്പോൾ അത് എപ്പോഴും ആ മദ്ഹബിന്റെ ഇമാം അത് പറഞ്ഞിരിക്കണമെന്നില്ല. ഒരു മദ്ഹബിന്റെ, ഇപ്പൊ മാലിക്കി മദ്ഹബിന്റെ അല്ലെങ്കിൽ ഷാഫിഈ മദ്ഹബിന്റെ അഭിപ്രായമാണ് ഇത് എന്ന് നമ്മൾ ഒരു വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ അതാണ് ഇമാം ഷാഫിഈയുടെ അഭിപ്രായം എന്നാവണമെന്നില്ല. അത് നിർബന്ധമല്ല. ഒരു വിഷയത്തിൽ ഇതാണ് ഹനഫി മദ്ഹബിന്റെ വീക്ഷണം എന്ന് പറയുമ്പോൾ അതാണ് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലയുടെ അഭിപ്രായം എന്ന് നിർബന്ധമില്ല. ഒരു പക്ഷേ അദ്ദേഹം അതിന് വ്യത്യസ്തമായ അഭിപ്രായമായിരിക്കും സ്വീകരിക്കുന്നത്. ഒരു മദ്ഹബ് ഇതാണ് എന്ന് പറയാനുള്ള മാനദണ്ഡത്തിൽ പണ്ഡിതന്മാർക്ക് ധാരാളം പരിഗണനകളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതാണ് മദ്ഹബ് എന്ന് പറയുന്നത്. ഇപ്പൊ 3 അഭിപ്രായങ്ങൾ മനസ്സിലായില്ലേ? ഒരു വിഭാഗം പണ്ഡിതന്മാർ ആദ്യം കാൽ മുട്ടുവെക്കണമെന്ന് പറഞ്ഞു, മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ ആദ്യം കൈ വെക്കണമെന്ന് പറഞ്ഞു, മൂന്നാമതൊരു വിഭാഗം 2-1 ചെയ്യാം എന്ന് പറഞ്ഞു. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ഫതാവയിൽ പറയുന്നു, അമ്മ സ്വലാത്തു ബികിലൈഹിമാ ഫജായിസത്തുൻ ബിത്തിഫാഖിൽ ഉലമാ. ഈ 2-1 രൂപത്തിൽ നിസ്കരിക്കുകയാണെങ്കിലും നിസ്കാരം ശരിയാണെന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഒരു തർക്കവുമില്ല. ഒരു വ്യക്തി ആദ്യം സുജൂദിലേക്ക് പോകുമ്പോൾ കൈവച്ചു എന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ ആദ്യം സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം കാൽ മുട്ടുവെച്ചു എന്ന് സങ്കല്പിക്കുക. 2 അദ്ദേഹത്തിന്റെ നിസ്കാരം എന്താണ്? സഹീഹാണ്. ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇൻഷാ അൽ മുസല്ലി യളഉ യദൈഹി തുമ്മ റുക്ബതൈഹി. ഒരു വ്യക്തി ഉദ്ദേശിക്കുകയാണെങ്കിൽ ആദ്യം സുജൂദിൽ പോകുമ്പോൾ കൈകൾ വെക്കട്ടെ, പിന്നെ കാൽമുട്ട് വെക്കട്ടെ. വ ഇൻഷാ യളഉ റുക്ബതൈഹി തുമ്മ യദൈഹി. അതല്ല എങ്കിൽ ആദ്യം കാൽമുട്ട് വെക്കട്ടെ, പിന്നെ കൈകൾ വെക്കട്ടെ. 2 രൂപത്തിലും ചെയ്യാം. വസ്സലാത്തുഹു സഹീഹത്തുൻ ബിത്തിഫാഖിൽ ഉലമാ. എല്ലാ പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ചും അങ്ങനെ 2 രൂപത്തിൽ നിസ്കരിച്ചാലും നിസ്കാരം സഹീഹാണ്. മനസ്സിലായോ? എങ്ങനെ നിസ്കരിച്ചാലും നിസ്കാരം സഹീഹാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ വിഷയത്തിൽ 2 രൂപത്തിൽ വന്നിട്ടുണ്ട്. അത് ചില പണ്ഡിതന്മാർ ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലയൊക്കെ പറയുന്നു അതൊക്കെ ദുർബലമാണ്. ഇനി അത് ദുർബലമാണെന്ന് പറയുമ്പോൾ സഹാബത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് നോക്കാം. എന്താണ് സഹാബികളിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്നത്? ഇതെല്ലാവരും പഠിക്കണം. നേരത്തെ പറഞ്ഞ ഹദീസ് സ്വാഭാവികമായും അഭിപ്രായ ഭിന്നതയുണ്ട്. പക്ഷേ ഈ സഹാബികളിൽ നിന്ന് സ്ഥിരപ്പെട്ട കാര്യം എല്ലാവരും പഠിക്കുക. ഒന്ന്, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം തഹാവി അദ്ദേഹത്തിന്റെ ശർഹ് മആനിൽ ആസാറിൽ ഉദ്ധരിക്കുന്നു, അദ്ദേഹം സുജൂദിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കാൽ മുട്ടുകൾ ആദ്യം വെച്ചു. ആരിൽ നിന്ന് ഉദ്ധരിക്കുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം വെച്ചത് എന്താണ്? കാൽമുട്ടാണ്. സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം വെച്ചത് കാൽമുട്ടാണ്. ആര്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. രണ്ടാമത്തേത് അദ്ദേഹത്തിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. അദ്ദേഹത്തിൽ നിന്ന് ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നതായി കാണാം, അദ്ദേഹം സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം കൈകൾ വെച്ചു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം വെച്ചത് എന്താ? കാൽമുട്ടാണ്.
അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു വെച്ചത് എന്താണ്? അദ്ദേഹത്തിന്റെ കൈകളാണ്. ഒരു വ്യക്തിക്ക് രണ്ടാലൊന്ന് ചെയ്യാം. ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ് ഇത് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, അൽ അബ്ദു ഫീ ഹാദിഹിൽ ഹാലി യകൂനു മുഖയ്യറ. ഈ രണ്ടാലൊന്ന് ചെയ്യൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമാണ്. അഥവാ ഇതിൽ കടുംപിടുത്തം കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മസ്ജിദിലേക്ക് പോകുമ്പോൾ ഒരു വ്യക്തി സുജൂദിൽ പോകുമ്പോൾ ആദ്യം അദ്ദേഹത്തിന്റെ കൈയാണ് വെച്ചതെങ്കിൽ അങ്ങനെ ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇനി ഒരു വ്യക്തി ആദ്യം സുജൂദിലേക്ക് പോകുമ്പോൾ വെച്ചിരിക്കുന്നത് കാൽ മുട്ടുകളാണെങ്കിൽ ആ രൂപത്തിലും ഹദീസുകൾ വന്നിട്ടുണ്ട്. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രവർത്തനത്തിൽ നിന്നും സ്ഥിരപ്പെട്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതിൽ യാതൊരു കാരണവശാലും തർക്കിക്കാനോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന് വാദിക്കാനോ നമുക്ക് അവകാശമില്ല. മറിച്ച് വിഷയം വിശാലമാണ്. പണ്ഡിതന്മാർക്കിടയിൽ 3 വീക്ഷണങ്ങളുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ആദ്യം കൈകൾ വെക്കണം, വേറെ ചിലർ പറഞ്ഞു ആദ്യം കാൽ മുട്ടുകൾ വെക്കണം, വേറെ ചിലർ പറഞ്ഞു രണ്ടാലൊന്ന് ചെയ്യാം. ഈ 3 അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട്. എല്ലാത്തിനും അതിന്റേതായ തെളിവുകളും അതിന്റേതായ പിൻബലങ്ങളുമുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ കടുംപിടുത്തം കാണിക്കാൻ പാടില്ല. ഇതാണ് ആ വിഷയത്തിൽ ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹി പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന ആകെ ചുരുക്കം. മനസ്സിലായില്ലേ? തയ്യിബ്. അതിനുശേഷം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, വയസ്ജുദു അലാ സബഅതി അഅദാ. അതിനുശേഷം സുജൂദ് ചെയ്യുമ്പോൾ 7 അവയവങ്ങളിലായി സുജൂദ് ചെയ്യുക. 7 അവയവങ്ങളിലായി സുജൂദ് ചെയ്യുക. സുജൂദ് എന്നുള്ളത് നിസ്കാരത്തിന്റെ റുക്നാണ്. സുജൂദ് എന്നുള്ളത് നിസ്കാരത്തിന്റെ റുക്നാണ്. അഥവാ ഒരു വ്യക്തിക്ക് സുജൂദ് നഷ്ടപ്പെട്ടു പോയാൽ അത് ബാത്തിലാണ്. സുജൂദ് ഒരു വ്യക്തി ഒഴിവാക്കി, അങ്ങനെയാണെങ്കിൽ നിസ്കാരം ബാത്തിലാണ്. ഒരു വ്യക്തി സുജൂദ് ഒഴിവാക്കി പോയാൽ അദ്ദേഹത്തിന്റെ ആ റക്അത്ത് തന്നെ ബാത്തിലാകുന്നതാണ്. അദ്ദേഹത്തിന്റെ ആ റക്അത്ത് തന്നെ ബാത്തിലാകുന്നതാണ്. അതെങ്ങനെയാ വീണ്ടെടുക്കുക? എങ്ങനെയാ? ഒരു റുക്കിന് വിട്ടുപോയാൽ എങ്ങനെയാ വീണ്ടെടുക്കുക? സഹവിന്റെ സുജൂദോ? റുക്കിന് വിട്ടുപോയാൽ സഹവിന്റെ സുജൂദ് ഇല്ല. ഒരു റക്അത്ത് മാറ്റി നിസ്കരിക്കണം. അതിന്റെ സാഹചര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. എങ്ങനെയാ? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു റുക്കിന് ഒഴിവാക്കി പോവുകയും അടുത്ത റക്അത്തിൽ ആ റുക്കിന് എത്തുന്നതിന് മുമ്പ് ഓർമ്മ വരികയും ചെയ്താൽ ഏത് റുക്കിനാണോ വിട്ടുപോയത് അതിലേക്ക് മടങ്ങി വരണം. അഥവാ ഒരു വ്യക്തി നിസ്കാരത്തിൽ ഫാത്തിഹ ഓതി, അതിനുശേഷം സൂറത്ത് ഓതി, പിന്നീട് നേരെ അദ്ദേഹം സുജൂദിലേക്ക് പോയി എന്ന് സങ്കല്പിക്കുക. അങ്ങനെ രണ്ടാമത്തെ സുജൂദിലാണ് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത്, ഞാൻ റുക്കൂഉം ചെയ്തിട്ടില്ല, ഇഅ്തിദാലും ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? വീണ്ടും എഴുന്നേറ്റ് നിൽക്കുക, അതിനുശേഷം റുക്കൂഉ ചെയ്യുക, ഇഅ്തിദാൽ ചെയ്യുക, പിന്നെ നിസ്കാരം തുടരുക. ആ ഒരു റക്അത്ത് പരിഗണിക്കപ്പെടും. ഇനി ഒരു വ്യക്തിക്ക് റുക്കിന് ഒഴിവായി പോയത് അടുത്ത റക്അത്തിൽ ആ റുക്കിന് എത്തിയതിനു ശേഷമാണ് ഓർമ്മ വന്നത്. ഉദാഹരണം, ഒരു വ്യക്തി നിസ്കാരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫാത്തിഹ ഓതി, സൂറത്ത് ഓതി, അതിനുശേഷം അദ്ദേഹം നേരെ സുജൂദിലേക്ക് പോയി. സുജൂദ് കഴിഞ്ഞു, അതിനിടയിൽ ഇരുന്നു, വീണ്ടും സുജൂദ് ചെയ്തു, വീണ്ടും എഴുന്നേറ്റ് നിന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് എന്ത് ഓർമ്മ വന്നത്? ഞാൻ കഴിഞ്ഞ റക്അത്തിൽ അല്ലെങ്കിൽ ഞാൻ നേരത്തെ നിസ്കരിച്ചപ്പോൾ റുക്കൂഉം ഇഅ്തിദാലും ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ റക്അത്ത് ബാത്തിലായി. ഇപ്പോൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന റക്അത്തിനെ കഴിഞ്ഞ റക്അത്തായി പരിഗണിക്കപ്പെടും. അഥവാ രണ്ടാമത്തെ റക്അത്തിലാണെങ്കിൽ അത് ഒന്നാമത്തെ റക്അത്തായി പരിഗണിക്കപ്പെടും. അങ്ങനെയാണ് റുക്കിന് വീണ്ടെടുക്കുക. അതല്ലാതെ റുക്കിന് വിട്ടുപോയാൽ സഹവിന്റെ സുജൂദ് മതിയാവുകയില്ല. സഹവിന്റെ സുജൂദ് മതിയാവുക എന്തിനാ? വാജിബുകൾക്കാണ്. വാജിബുകൾ ഒഴിവാക്കി പോയാൽ സഹവിന്റെ സുജൂദ് മതിയാകും. റുക്കിന് വിട്ടുപോയാൽ അത് തിരിച്ചു ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. തയ്യിബ്. അപ്പൊ സുജൂദ് എന്നുള്ളത് നിസ്കാരത്തിന്റെ അർക്കാനുകളിൽ പെട്ടതാണ്. വയസ്ജുദു അലാ സബഅതി അഅദാ. 7 അവയവങ്ങളിലായിട്ടാണ് നമ്മൾ സുജൂദ് ചെയ്യേണ്ടത്. 7 അവയവങ്ങളിലായിട്ടാണ് സുജൂദ് ചെയ്യേണ്ടത്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറഞ്ഞു, ഉമിർന അൻ നസ്ജുദ അലാ സബഅതി അഅദും. 7 അവയവങ്ങളിൽ സുജൂദ് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചു. ഏതൊക്കെയാണ്? അലൽ ജബ്ഹ, ഒന്ന് നെറ്റിയാണ്. നെറ്റി എന്ന് പറയുമ്പോൾ നല്ലൊരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് അതിൽ മൂക്കും ഉൾപ്പെടും. നെറ്റി എന്ന് പറയുന്നതിൽ മൂക്കും ഉൾപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ അലൽ ജബ്ഹ, ഒന്ന് നെറ്റിയാണ്. അലൽ കഫൈൻ, 2 കൈകൾ. എത്രയായി? 3. വറുക്ബതൈൻ, 2 കാൽമുട്ടുകൾ. 2 കാൽമുട്ടുകൾ എത്രയായി? 5. വഅത്റാഫിൽ ഖദമൈൻ, നമ്മുടെ 2 കാൽപാദങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കാൽ വിരലുകൾ.
ഇങ്ങനെ 7 അവയവങ്ങളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുന്നത്. ഈ 7 അവയവങ്ങളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുന്നത്. ഈ 7 അവയവങ്ങളിൽ സുജൂദ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. ഏറ്റവും ശരിയായ അഭിപ്രായമനുസരിച്ച് ഈ 7 അവയവങ്ങളിൽ സുജൂദ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. അതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഹനഫി മദ്ഹബിന്റെ വീക്ഷണം അനുസരിച്ച് ഒരു വ്യക്തി നെറ്റിയിൽ മാത്രം സുജൂദ് ചെയ്താൽ സുജൂദ് ശരിയാകും. പക്ഷേ ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് ഈ 7 അവയവങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? നിലത്ത് വെക്കണം. ഈ 7 അവയവങ്ങളും നിലത്ത് വെക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. മൂക്കിന്റെ വിഷയത്തിൽ ചില പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നിർബന്ധമാണോ അല്ലേ എന്ന കാര്യത്തിൽ വെക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. പക്ഷേ അത് നിർബന്ധമാണോ അല്ലേ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. ഏറ്റവും നല്ലത് എന്താണ്? പൂർണ്ണത എന്താ? ഈ 7 അവയവങ്ങൾ, മൂക്കുൾപ്പെടെ ഈ 7 അവയവങ്ങൾ നിലത്ത് നല്ല രൂപത്തിൽ വെക്കുക എന്നുള്ളതാണ് സുജൂദിന്റെ പൂർണ്ണമായ രൂപം. മനസ്സിലായോ? അതാണ് സുജൂദിന്റെ പൂർണ്ണമായ രൂപം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ബറകല്ലാഹു ഫീക്കും, ഇവിടെ വരുന്ന മറ്റൊരു വിഷയം, നിലത്ത് ഇപ്പൊ ഒരു വ്യക്തി സുജൂദ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് നെറ്റി വെക്കണമെന്ന് നമ്മൾ പറഞ്ഞു. പല ആളുകൾക്കും വരുന്ന സംശയമാണ്, നമ്മൾ നിലത്ത് നെറ്റി വെക്കാതെ എന്തെങ്കിലും ടവലോ അതല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ നമ്മൾ എന്തെങ്കിലും വെച്ചുകൊണ്ട് അതിന്റെ മുകളിൽ സുജൂദ് ചെയ്യുന്നതിന്റെ വിധി എന്താണ്? ഉദാഹരണത്തിന് ഒരു സ്ഥലത്ത് നമ്മൾ നിസ്കരിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും പൊടിയുണ്ടെന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ നിലം ചൂടാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയൊക്കെയാണെങ്കിൽ എന്തെങ്കിലും വിരിപ്പുകൾ വിരിച്ചുകൊണ്ട് നമ്മൾ സുജൂദ് ചെയ്യുന്നതിന്റെ വിധി എന്താണ്? നമ്മുടെ നാട്ടിൽ ചില ആളുകളൊക്കെ വല്ലാതെ അത് വിമർശിക്കുന്നതായി കാണാം. അടിസ്ഥാനപരമായി മനസ്സിലാക്കുക, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള മസാജിദുകളിലൊക്കെയാണ് നിസ്കരിക്കുന്നതെങ്കിൽ പ്രത്യേകമായി അങ്ങനെ വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എല്ലാവരും എങ്ങനെയാണോ നിസ്കരിക്കുന്നത് അതുപോലെ നമ്മളും നിസ്കരിക്കുക. എല്ലാവരും എങ്ങനെയാണോ നിസ്കരിക്കുന്നത് അതുപോലെ നാമും നിസ്കരിക്കുക. ഇനി ഒരു വ്യക്തിക്ക് നെറ്റി നിലത്ത് വെക്കാൻ എന്തെങ്കിലും പ്രയാസമുണ്ട്, അല്ലെങ്കിൽ ജലദോഷം ബാധിച്ച കാരണത്താൽ മൂക്ക് നിലത്ത് വെക്കാൻ പ്രയാസമുണ്ട്, അത് കാരണത്താൽ അദ്ദേഹം ഒരു ടവൽ വെക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും തുണികൾ വെക്കുകയാണ്, അതിന്റെ വിധി എന്താണ്? അനുവദനീയമാണ്. അതിന്റെ വിധി അനുവദനീയമാണ്. എന്താണ് അതിന്റെ തെളിവ്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ, കുന്നാ നുസല്ലി മഅൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, നാം പ്രവാചകന്റെ കൂടെ നിസ്കരിക്കാറുണ്ട്. ഫയളഉ അഹദുനാ ത്വറഫ അസ്സൗബി മിൻ ശിദ്ദത്തിൽ ഹർരി ഫീ മകാനി സുജൂദ്, കഠിനമായ ചൂട് കാരണത്താൽ സുജൂദ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു തുണിക്കഷ്ണം നമ്മൾ വെക്കാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ വസ്ത്രത്തിന്റെ ഒരു ഭാഗം നാം വെക്കാറുണ്ടായിരുന്നു എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായോ? അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കഠിനമായ ചൂട് കാരണത്താൽ നിസ്കരിക്കുമ്പോൾ പല ആളുകളും അവരുടെ നെറ്റിയുടെ ഭാഗത്ത് എന്തെങ്കിലും വെക്കാറുണ്ടായിരുന്നു. ഹസൻ അൽ ബസരി റഹിമഹുല്ലാ പറഞ്ഞു, കാനൽ ഖൗമു യസ്ജുദൂന അലൽ ഇമാമതി വൽ ഖലൻസുവ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ തലപ്പാവിലും അതുപോലെ തന്നെ തൊപ്പിയിലും സുജൂദ് ചെയ്യാറുണ്ടായിരുന്നു. തലപ്പാവിലും തൊപ്പിയിലും സുജൂദ് ചെയ്യാറുണ്ടായിരുന്നു. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സഹീഹിൽ മുഅല്ലഖായി ഉദ്ധരിച്ചതാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ സുജൂദ് ചെയ്യുന്ന സമയത്ത് അടിസ്ഥാനം എന്നുള്ളത് സാധാരണ നിലത്ത് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. പക്ഷേ എന്തെങ്കിലും ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ചില സ്ഥലങ്ങളിൽ ചില പള്ളികളിലൊക്കെ പുൽപ്പായായിരിക്കാം, അതാണ് നല്ലത്. പക്ഷേ ഒരു വ്യക്തിക്ക് അവിടെ സുജൂദ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അത് ശ്വസിച്ചാൽ അലർജിയുടെ പ്രശ്നമുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടെ എന്തെങ്കിലും തുണിക്കഷ്ണങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ അരികിലുള്ള കർച്ചീഫ് എന്തെങ്കിലും വെക്കുന്നതിൽ തെറ്റില്ല. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വഹാബികൾ ചൂട് കാരണം അത്തരത്തിൽ വെക്കാറുണ്ടായിരുന്നു. അത് ഇസ്ലാം അനുവദിച്ചിരിക്കുന്ന കാര്യം തന്നെയാണ്. അതിനുശേഷം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ സുജൂദിന്റെ രൂപം വിശദീകരിക്കുകയാണ്. സുജൂദ് നമ്മൾ പോകുമ്പോൾ ഒന്നുകിൽ കൈവെക്കാം അല്ലെങ്കിൽ മുട്ടുവെക്കാം നമ്മൾ പറഞ്ഞു. അങ്ങനെ സുജൂദിൽ വെക്കേണ്ട 7 അവയവങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ? വയൻസിബു ദിറാഇ, നമ്മുടെ കൈത്തണ്ട് നാട്ടിവെക്കണം. നമ്മുടെ കൈത്തണ്ടുകൾ നാട്ടിവെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സജദ്ത, നിങ്ങൾ സുജൂദ് ചെയ്താൽ ഫളഅ കഫൈക്, നിങ്ങളുടെ 2 കൈപ്പത്തികളും വെക്കുക, വർഫഅ മിർഫഖൈക്, നിങ്ങളുടെ കൈമുട്ടുകൾ ഉയർത്തി വെക്കുകയും ചെയ്യുക. കൈമുട്ടുകൾ ഉയർത്തി വെക്കുകയും ചെയ്യുക. ചില ആളുകൾ ഇങ്ങനെ കൈ താഴെ വെക്കും. സുജൂദ് ചെയ്യുന്ന സമയത്ത് ഇതാണ് നിലമെങ്കിൽ ഇങ്ങനെ വെക്കും.
എന്നിട്ട് അതിന്റെ ഇടയിൽ സുജൂദ് ചെയ്യും. കൈ തണ്ട് പൂർണ്ണമായി നിലത്ത് മുട്ടുന്ന രൂപത്തിൽ ചില ആളുകൾ സുജൂദ് ചെയ്യും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയതാണ്. മറിച്ച് കൈ പത്തികൾ മാത്രമേ നിലത്ത് വെക്കാൻ പറ്റുകയുള്ളൂ. മറിച്ച് കൈ പത്തികൾ മാത്രം നിലത്ത് വെക്കുക, ബാക്കിയുള്ള കൈ തണ്ട് ഉയർത്തി വെക്കുകയും ചെയ്യുക. കൈ തണ്ട് ഉയർത്തി വെക്കുകയും ചെയ്യുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ കൈ പത്തികൾ നിലത്ത് വെച്ചുകൊണ്ട് കൈ തണ്ട് ഉയർത്തുക. ഫലാ യളഅഹുമാ അലൽ അർദ്, കൈ തണ്ട് താഴെ വെക്കാൻ പാടില്ല. ഇനി വേറെ ചില ആളുകൾ എന്ത് ചെയ്യും? കൈ തണ്ട് തുടയുടെ ഭാഗത്തോട് ചേർത്ത് വെക്കും. കൈ തണ്ട് തുടയുടെ ഭാഗത്തോട് ചേർത്ത് വെക്കും. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിക്കാത്ത കാര്യമാണ്. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്ന കാര്യമാണ്. മനസ്സിലായോ? ഇതിന്റെ രൂപം മനസ്സിലായില്ലേ? നമ്മൾ സുജൂദിലേക്ക് പോയാൽ, നമ്മൾ സുജൂദ് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ എന്ത് ചെയ്യും? ഇങ്ങനെ വെക്കും, ഈ രൂപത്തിൽ വെക്കാൻ പാടില്ല. പൂർണ്ണമായിട്ട് കൈ ഇങ്ങനെ നിലത്ത് വെക്കാൻ പാടില്ല. മറിച്ച് കൈ പത്തി മാത്രം വെക്കുക, ബാക്കി ഉയർത്തി വെക്കുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. അതുപോലെ തന്നെ ചില ആളുകൾ എന്ത് ചെയ്യും? ഈ കൈ തണ്ട് നമ്മുടെ ശരീരത്തോട് ചേർത്ത് വെക്കും. ശരീരത്തോട് ഇങ്ങനെ വയറിന് സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ചില ആളുകൾ വെക്കും, അല്ലെങ്കിൽ തുടയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചില ആളുകൾ വെക്കും. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിലില്ല. മറിച്ച് നമ്മുടെ കൈ പത്തി മാത്രം നിലത്ത് വെക്കുക, കൈ തണ്ട് ഉയർത്തുക. ഇത് നിസ്സാരമായി കാണരുത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. അവിടുന്ന് പറഞ്ഞു, സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, അങ്ങനെയാണ് ഞാൻ നിസ്കരിച്ചത്, അതുപോലെ നിങ്ങൾ നിസ്കരിക്കുക. അതല്ലാതെ ഇതൊക്കെ നിസ്സാരമല്ല. കൈ തണ്ട് മുകളിൽ വെച്ചാൽ എന്ത്, താഴെ വെച്ചാൽ എന്ത്, നമ്മുടെ പ്രതിഫലത്തിൽ അത്രയും അധികം കുറവുകൾ ഉണ്ടാകും. അത് നമ്മൾ മനസ്സിലാക്കുക. വയുജാഫി അദുദൈഹി അൻ ജംബൈ, നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കൈയുടെ ഈ ഭാഗങ്ങൾ, നമ്മുടെ ഈ ആംസ്, അത് നമ്മുടെ ശരീരത്തോട് ചേർത്ത് വെക്കാൻ പാടില്ല. മറിച്ച് വിശാലമായിട്ട് നമ്മൾ സുജൂദ് ചെയ്യുക. നമ്മുടെ കൈപ്പത്തികൾ വെച്ച് വിശാലമായിക്കൊണ്ട് നമ്മൾ സുജൂദ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വയറുഭാഗം തുടയോട് ചേർന്നുകൊണ്ട് നമ്മൾ വെക്കാൻ പാടില്ല. നമ്മുടെ വയറിന്റെ ഭാഗം തുടയോട് ചേർത്തുകൊണ്ട് നമ്മൾ വെക്കാൻ പാടില്ല. അതിന്റെ രൂപം എല്ലാവർക്കും മനസ്സിലായില്ലേ? പലരും ചെയ്യുന്നതാണ്. വയറിന്റെ ഭാഗം തുടയോട് ചേർത്ത് വെക്കാൻ പാടില്ല. അഥവാ അതിനിടയിൽ ഒരു വിടവ് നമ്മൾ വെക്കണം. അതിനിടയിൽ ഒരു വിടവ് നാം വെക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. അബ്ദുല്ലാഹ് ഇബ്നു മാലിക് ഇബ്നു ബുഹൈന റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഇദാ സ്വല്ല, പ്രവാചകൻ നിസ്കരിച്ചാൽ ഫറജ ബൈന യദൈഹി ഹത്താ യബ്ദു ബയാദു ഇബ്തൈ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ രണ്ട് കൈകളും വിശാലമാക്കി വെക്കും. എത്രത്തോളം? അദ്ദേഹത്തിന്റെ കക്ഷഭാഗം കാണുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ വിശാലമാക്കി വെക്കാറുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് കാണുന്നത്? അന്ന് അവർ ധരിക്കാറുള്ള വസ്ത്രം നമ്മൾ ഇന്ന് ഇഹ്റാമിലൊക്കെ ധരിക്കാറില്ലേ? അഥവാ ഒരു തുണി ഇങ്ങനെ മേത്തിടും. ആ രൂപത്തിലായിരുന്നു സഹാബികളുടെ കാലഘട്ടത്തിൽ അധികവും വസ്ത്രം ധരിക്കാറ്. നമ്മെ പോലെ ഇങ്ങനെ എല്ലാ വസ്ത്രവും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടിടുന്ന സമ്പ്രദായമല്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിരി അല്ലെങ്കിൽ ഒരു പുതപ്പ് മേത്തിങ്ങനെ പുതച്ചുകൊണ്ട് നിസ്കരിക്കുമ്പോൾ അവിടുത്തെ കൈ വിടർത്തുന്നത് കാരണത്താൽ കക്ഷത്തിന്റെ കക്ഷത്തിന്റെ വെള്ള നിറം കാണാറുണ്ടായിരുന്നു എന്ന് അബ്ദുല്ലാഹ് ഇബ്നു മാലിക് ഇബ്നു ബുഹൈന റളിയല്ലാഹു അൻഹു പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ സുജൂദിന്റെ ശരിയായ രൂപം അതാണ്. സുജൂദിന്റെ ശരിയായ രൂപം നമ്മുടെ കൈ പത്തി മാത്രം നിലത്ത് വെക്കുക, കൈ തണ്ട് ഉയർത്തുക, അതുപോലെ തന്നെ കുറച്ച് വിശാലമായി വിടർത്തിക്കൊണ്ട് വെക്കുക. നമ്മുടെ കൈ വയറിനടുപ്പിച്ചോ അതുപോലെ തന്നെ വയറ് തുടക്കടുപ്പിച്ചോ അല്ല നമ്മൾ വെക്കേണ്ടത്. മനസ്സിലായോ? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. ഇനി നമ്മൾ കൈപ്പത്തി എവിടെ വെക്കേണ്ടത്? സുജൂദിൽ നമ്മൾ കൈപ്പത്തി എവിടെ വെക്കേണ്ടത്? പല രൂപത്തിൽ ആളുകൾ വെക്കുന്നത് കാണാറുണ്ട്. ചില ആളുകൾ തലയുടെ ഭാഗത്ത് വെക്കും, മുകളിലായിട്ട് വെക്കും. ചില ആളുകൾ വയറിനടുപ്പിച്ചുകൊണ്ട് വെക്കും. ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹ് മുസ്ലിമിൽ വാഇൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടതായി കാണാം, അന്ന നബിയ വദഅ വജ്ഹഹു ബൈന കഫൈ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ തലയുടെ അല്ലെങ്കിൽ മുഖത്തിന്റെ രണ്ട് ഭാഗത്തായിട്ടാണ് കൈവെക്കാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ രണ്ട് ഭാഗങ്ങൾ അഥവാ രണ്ട് കൈയുടെ ഇടയിലായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം. രണ്ട് കൈപ്പത്തിയുടെ ഇടയിലായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സുജൂദ് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ എങ്ങനെ ചെയ്യും? ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന വാഇൽ ഇബ്നു ഹുജറിന്റെ ഹദീസ് അനുസരിച്ച് നമ്മുടെ രണ്ട് കൈപ്പത്തി അതിന്റെ ഇടയിലായിരിക്കണം നമ്മുടെ മുഖം. രണ്ട് കൈപ്പത്തിയുടെ അഥവാ നമ്മുടെ ചെവിക്ക് നേരെ നമ്മുടെ തലയുടെ ഭാഗത്തായിരിക്കണം ചെയ്യേണ്ടത്
കൈവെക്കേണ്ടത്. അതാണ് വായിൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വന്നിരിക്കുന്നത്. മറ്റൊരു ഹദീസിൽ അബൂ ഹുമൈദ് അസ്സാഇദി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ എന്ത് കാണാം? ثم سجد നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്തു. ووضع كفيه حذو منكبيه അദ്ദേഹത്തിന്റെ ഷോൾഡറിന് നേരെ അദ്ദേഹം കൈവെക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷോൾഡറിന് നേരെ കൈവെക്കുകയും ചെയ്തു. പക്ഷെ ഈ ഹദീസിന്റെ സ്വീകാര്യതയിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഈ ഹദീസിന്റെ സ്വീകാര്യതയിൽ അഥവാ സുജൂദിൽ രണ്ട് കൈപ്പത്തികളും ഷോൾഡറിന് നേരെ വെക്കണം എന്ന് പറയുന്ന ഹദീസിന്റെ സ്വീകാര്യതയിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. നേരത്തെ പറഞ്ഞ ഹദീസ് വായിൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് സ്വഹീഹ് മുസ്ലിമിലാണ്. അതിൽ പണ്ഡിതന്മാർക്കിടയിൽ പ്രത്യേകിച്ച് പരിഗണിക്കപ്പെടുന്ന അഭിപ്രായ വ്യത്യാസങ്ങളില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ രണ്ട് രൂപങ്ങളാണ് ഹദീസിൽ വന്നിരിക്കുന്നത് സുജൂദിൽ കൈപ്പത്തികൾ വെക്കുന്നത്. ഒന്ന്, രണ്ട് കൈപ്പത്തിയുടെ ഇടയിലായിരിക്കണം നമ്മുടെ മുഖം. രണ്ട് കൈപ്പത്തിയുടെ ഇടയിലായിരിക്കണം നമ്മുടെ മുഖം. രണ്ടാമത്തേത് നമ്മുടെ ഷോൾഡറിന് നേരെ കൈവെക്കുക. ഈ രണ്ട് രൂപമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രബലമായിട്ടുള്ളത് നമ്മുടെ രണ്ട് കൈപ്പത്തിയുടെ ഇടയിൽ നമ്മുടെ മുഖം ആകുന്ന രൂപമാണ്. അതാണ് വായിൽ ഇബ്നു ഹുജറിൽ നിന്ന് ഇമാം മുസ്ലിം റഹിമഹുല്ല ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസ്. വായിൽ ഇബ്നു ഹുജറിൽ നിന്ന് ഇമാം മുസ്ലിം റഹിമഹുല്ല ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസ്. മനസ്സിലായോ? അപ്പൊ സുജൂദിന്റെ രൂപം അതാണ്. സുജൂദിന്റെ ശരിയായ രൂപം അങ്ങനെയാണ് നാം ചെയ്യേണ്ടത്. നമ്മുടെ രണ്ട് കൈപ്പത്തികൾ നമ്മുടെ ചെവിയുടെ ഭാഗത്ത് അഥവാ നമ്മൾ കൈവച്ച് അതിന്റെ മധ്യത്തിൽ മുഖം വെക്കുന്ന രൂപത്തിൽ കൈവെക്കുക. കൈപ്പത്തി മാത്രം നിലത്ത് വെച്ചുകൊണ്ട് കൈ തണ്ടുകൾ ഉയർത്തുക. കൈ തണ്ടുകളും അതുപോലെ തന്നെ കൈയുടെ ബാക്കി വശങ്ങളും ശരീരത്തോട് ചേർത്ത് വെക്കാതെ അത് കുറച്ച് വിശാലമായി നാം എന്ത് ചെയ്യുക? വെക്കുക. ചില ഹദീസുകളിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈവച്ചാൽ ചെറിയ ആട്ടുംകുട്ടികൾക്ക് അതിനിടയിലൂടെ നടന്നു പോകാൻ സാധിക്കുമായിരുന്നു. അഥവാ നമ്മളിങ്ങനെ ശരീരത്തോട് ചേർത്ത് വെച്ചാൽ അതിനിടയിൽ ഒന്നിനും പോകാൻ സാധിക്കുകയില്ല. ഇങ്ങനെ വിശാലമായി വെച്ചാൽ ചെറിയ ആട്ടുംകുട്ടികൾക്ക് അതിനിടയിൽ നടന്നു പോകാനുള്ള പാകത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകൾ വിശാലമാക്കി വെക്കാറുണ്ട് എന്ന് ചില ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതാണ് സുജൂദിലുള്ള സുന്നത്ത്. തയ്യിബ്. അതുപോലെ തന്നെ ഇവിടെ ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പറഞ്ഞു, വലാ യമുദ്ദ ളഹ്റഹു കമാ യഫഅലുഹു ബഅദു الناس. ചില ആളുകൾ എന്ത് ചെയ്യും? സുജൂദിൽ ശരീരം ഇങ്ങനെ വിടർത്തി വെക്കും, അഥവാ വിരിച്ചു വെക്കുന്നത് പോലെ വല്ലാതെ താഴ്ന്നുകൊണ്ട് സുജൂദ് ചെയ്യും. ശരീരം ഭൂമിയോട് വല്ലാതെ അടുക്കുന്ന രൂപത്തിൽ ചില ആളുകൾ സുജൂദ് ചെയ്യും. തജിദുഹു യമുദ്ദു ളഹ്റഹു ഹത്താ ഇന്നക തഖൂൽ അമുംബതിഹുൻ ഹുവ അം സാജിദ്. അദ്ദേഹം സുജൂദാണോ ചെയ്യുന്നത്, അതല്ല അദ്ദേഹം ഭൂമിയിൽ കിടക്കുകയാണെന്ന രൂപത്തിൽ സംശയം വരുന്ന കോലത്തിൽ ചില ആളുകൾ സുജൂദ് ചെയ്യും. നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാകും. ചില ആളുകൾ സുജൂദ് ചെയ്യും, എന്ത് ചെയ്യും? വല്ലാതെ ശരീരം അടുപ്പിക്കും. ഞാൻ ഇൻഷാ അല്ലാഹ് കാണിച്ചു തരാം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫസ്സുജൂദു ലൈസ ഫീഹി മദ്ദു ളഹ്റിൻ. സുജൂദിൽ നമ്മുടെ പുറം ഭാഗം അല്ലെങ്കിൽ നമ്മുടെ നടുഭാഗം അത് നമ്മൾ വിരിച്ചു വെക്കുകയല്ല വേണ്ടത്, മറിച്ച് ബൽ യർഫഅ വയഅലു ഹത്താ യതജാഫാ അനിൽ ഫഖ്ദൈൻ. മറിച്ച് നമ്മൾ ഉയർത്തി വെക്കുകയാണ് വേണ്ടത്. സുജൂദിൽ നമ്മുടെ പുറം ഭാഗം ഉയർത്തി വെക്കുകയാണ് വേണ്ടത്, അതല്ലാതെ നിലത്ത് വിരിച്ചു വെക്കുകയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഅ്തദിലു ഫിസ് സുജൂദ്. നിങ്ങൾ സുജൂദിൽ മിതത്വം പാലിക്കുക. അഥവാ വല്ലാതെ താഴാനും പാടില്ല, അധികം ഉയരാനും പാടില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന രൂപം ചില ആളുകൾ സുജൂദ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ സുജൂദിൽ പോയതിനു ശേഷം നമ്മുടെ നടുഭാഗം വല്ലാതെ ഭൂമിയോട് ചേർത്ത് വെക്കും. അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത്. പ്രവാചകന്റെ സുന്നത്ത് എന്താണ്? സുജൂദിൽ പോയാൽ നമ്മുടെ നടുഭാഗം മുന്നിട്ട് നിൽക്കണം, നമ്മുടെ നടുഭാഗം കുറച്ച് ഉയർന്നു നിൽക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത്. കൈവെക്കുമ്പോൾ എങ്ങനെ വെക്കണം? ഒന്നുകിൽ ഈ രൂപത്തിൽ നമ്മുടെ രണ്ട് കൈയുടെ ഇടയിലായിരിക്കണം മുഖം വരുന്നത്, അതല്ലെങ്കിൽ നമ്മുടെ ഷോൾഡറിന് നേരെ വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ കൈപ്പത്തി മാത്രം നിലത്ത് വെച്ചുകൊണ്ട് ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും ഉയർത്തുക. പിന്നെ ചില ആളുകൾ എന്ത് ചെയ്യും? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാൽമുട്ട് വയറിനോട് ചേരും, ഇങ്ങനെ സുജൂദ് ചെയ്യും. വിശാലമായിട്ടാണ് സുജൂദ് ചെയ്യേണ്ടത്. നമ്മുടെ കാലിന്റെ തുടകളും വയറും പരസ്പരം മുട്ടാൻ പാടില്ല. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ ഇതിന്റെ രൂപം? കാലിന്റെ മുട്ടുകളും അല്ലെങ്കിൽ കാലിന്റെ തുടകളും വയറും മുട്ടാൻ പാടില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന സുജൂദിന്റെ രൂപം. കാലിന്റെ തുടകളും വയറും മുട്ടാൻ പാടില്ല, മറിച്ച് അതിനിടയിൽ ഒരു വിടവുണ്ടാവണം.
തയ്യിബ്. അതുപോലെ തന്നെ ഈ വിഷയത്തിലുള്ള മറ്റൊരു കാര്യം, സുജൂദിൽ നമ്മൾ പറഞ്ഞു കൈവെക്കേണ്ടത് രണ്ടാലൊരു രൂപത്തിലാണ്. ഏറ്റവും അധികം ഹദീസുകൾ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും പ്രബലമായത് വന്നിരിക്കുന്നത് നമ്മുടെ മുഖത്തിന്റെ ഭാഗത്ത്, അഥവാ നമ്മുടെ രണ്ട് കൈകൾക്കിടയിലായിരിക്കണം മുഖം. മറ്റു ചില ഹദീസുകളിൽ ഷോൾഡറിന് നേരെ എന്ന് വന്നിട്ടുണ്ട്. ഇനി സുജൂദിൽ നമ്മൾ വിരലുകൾ ചേർത്താണോ വെക്കേണ്ടത്, അതല്ല വിടവിട്ടുകൊണ്ടാണോ? വിരലുകൾ ചേർത്താണോ, അതല്ല വിരലുകൾക്കിടയിൽ വിടവ് വേണോ? വാഇൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ റകഅ ഫറജ ബൈന അസാബിഇ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇൽ നമ്മൾ എന്താ പറഞ്ഞത്? വിടർത്തി വെക്കണം. വഇദാ സജദ, സുജൂദ് ചെയ്താൽ ളമ്മ അസാബിഅ, വിരലുകൾ ചേർത്ത് വെക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുജൂദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരലുകൾ ചേർത്ത് വെക്കും. ഇത് ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആ ഹദീസിന്റെ സ്വീകാര്യതയിൽ ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ട് എങ്കിലും ഇമാം നവവി, അതുപോലെ തന്നെ ഇമാം മർജാവി റഹിമഹുമുല്ലാഹ് തുടങ്ങിയ പണ്ഡിതന്മാർ പറയുന്നു, അസ്സുന്ന, എന്താണ് സുന്നത്ത്? അയ്യദുമ്മ അസാബിഅ യദൈഹി ഫിസ്സുജൂദ്, കൈവിരലുകൾ ചേർത്ത് വെക്കുക എന്നുള്ളതാണ് സുജൂദിലെ സുന്നത്ത്. കൈവിരലുകൾ ചേർത്ത് വെക്കുക എന്നുള്ളതാണ് സുജൂദിലെ സുന്നത്ത്. അപ്പോൾ റുകൂഉം സുജൂദും തമ്മിലുള്ള വ്യത്യാസം എന്താ? റുകൂഇൽ കൈവിരലുകൾ വിടർത്തി വെക്കണം, സുജൂദിൽ കൈവിരലുകൾ ചേർത്തി വെക്കണം. സുജൂദിൽ കൈവിരലുകൾ ചേർത്തി വെക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത്. തയ്യിബ്. അതുപോലെ തന്നെ നമ്മുടെ കാൽപാദങ്ങൾ എങ്ങനെയാ വെക്കേണ്ടത്? നമ്മുടെ കാൽപാദങ്ങൾ സുജൂദിൽ എങ്ങനെയാണ് നമ്മൾ വെക്കേണ്ടത്? ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കുക, കാൽപാദങ്ങൾ നാട്ടിവെക്കണം. കാൽപാദങ്ങൾ നാട്ടിവെക്കണം, അഥവാ നമ്മൾ കാൽപാദങ്ങൾ ഇങ്ങനെ വെക്കണം. നമ്മുടെ കാൽപാദങ്ങൾ ഇങ്ങനെയാണ് വെക്കേണ്ടത്, നാട്ടിക്കൊണ്ടാണ് വെക്കേണ്ടത്. ഇനി രണ്ട് കാലുകളും ചേർത്താണോ വെക്കേണ്ടത്, അതല്ല അതിനിടയിൽ വിടവുണ്ടായാൽ വല്ല പ്രശ്നമുണ്ടോ? രണ്ട് കാൽപാദങ്ങൾ ചേർത്തുകൊണ്ടാണ് നമ്മൾ വെക്കേണ്ടത്, അതല്ല അതിനിടയിൽ വല്ല വിടവുണ്ടായാൽ പ്രശ്നമുണ്ടോ? ഇവിടെ നാം മനസ്സിലാക്കുക, ബാറക്കല്ലാഹു ഫീക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ വിഷയത്തിൽ നിങ്ങൾ എങ്ങനെ കാല് വെക്കണമെന്ന് പറഞ്ഞത് നമുക്ക് കാണാൻ സാധ്യമല്ല. നിങ്ങൾ സുജൂദിൽ കാല് ചേർത്തുകൊണ്ട് വെക്കണമെന്നോ, അല്ലെങ്കിൽ നിങ്ങൾ സുജൂദിൽ കാലുകൾ അകറ്റി വെക്കണമെന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധ്യമല്ല. മറിച്ച് ഈ വിഷയത്തിൽ വന്നിരിക്കുന്ന ഹദീസ് എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കൂടെയായിരിക്കെ, അഥവാ പ്രവാചകൻ ഓരോരോ ദിവസവും ഓരോരോ ഭാര്യയുടെ അരികിലായിരിക്കും. ഒരു ദിവസം എന്റെ കൂടെയായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്റെ വിരിപ്പിൽ കാണുന്നില്ല. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ, അവരുടെ വീട് ചെറുതാണ്, അവിടെയുള്ള ഭാഗങ്ങളിലൊക്കെ തൊട്ടു നോക്കിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, വഖഅത് യദി അലാ ബത്നി ഖദമൈഹി വഹുവ സാജിദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദ് ചെയ്യുമ്പോൾ എന്റെ കൈ പ്രവാചകന്റെ കാലിൽ തൊട്ടു. എന്റെ കൈ പ്രവാചകന്റെ കാലിൽ തൊട്ടു. ഈ ഹദീസ് വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ, ചില പണ്ഡിതന്മാർ പറഞ്ഞു, ആ ഹദീസിന്റെ രൂപം അല്ലെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വാക്കുകൾ മനസ്സിലാക്കി തരുന്നത് രണ്ട് കാലുകളും ചേർന്നിട്ടാണ് ഉണ്ടായിരുന്നത് എന്നാണ്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ആ ഹദീസിൽ പ്രത്യേകിച്ച് അങ്ങനെയുള്ള ആശയങ്ങളൊന്നുമില്ല, അങ്ങനെ വ്യക്തമായി വന്നിരിക്കുന്ന റിവായത്തുകളൊക്കെ ദുർബലമാണ്, അതുകൊണ്ട് കാല് ചേർത്തിട്ടാണോ വെക്കേണ്ടത്, അതല്ല അകറ്റിയാണോ വെക്കേണ്ടത് എന്ന വിഷയത്തിൽ വ്യക്തമായ പ്രമാണങ്ങളില്ല എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്. ഇനി ഭൂരിപക്ഷം ഉലമാക്കൾ ഈ വിഷയത്തിൽ എന്താ പറയുന്നത്? കാലുകൾ അകറ്റി വെക്കണം. അഥവാ നമ്മുടെ സാധാരണ അവസ്ഥയിൽ എങ്ങനെയായിരിക്കോ കാലുകൾ ഉണ്ടാവുക, ആ രൂപത്തിൽ നമ്മൾ കാല് വെക്കണം. സുജൂദിൽ നമ്മുടെ രണ്ട് കാലുകൾ സാധാ രൂപത്തിൽ നമ്മൾ നാട്ടിവെക്കണം. ഇതാണ് ഭൂരിപക്ഷം ഉലമാക്കൾ പറയുന്നത്. ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഖാല ശാഫിഈ, ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞു, യുസ്തഹബ്ബു ലിസ്സാജിദ്, സുജൂദ് ചെയ്യുന്നവർക്ക് സുന്നത്താണ്, അൻ യുഫർരിജ ബൈന ഖദമൈ, അവരുടെ രണ്ട് കാൽപാദങ്ങൾ അകറ്റിവെക്കുക എന്നുള്ളത്. അവരുടെ രണ്ട് കാൽപാദങ്ങൾ അകറ്റിവെക്കുക എന്നുള്ളത്, അതാണ് സമീപകാലം ജീവിച്ച ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ അഭിപ്രായം. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള പറയുന്നു, സുജൂദ് ചെയ്യുന്നവർ അവരുടെ രണ്ട് കാൽപാദങ്ങൾ അകറ്റിവെക്കണം, ചേർത്ത് വെക്കേണ്ടതില്ല. അതാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം എന്താണ്? രണ്ട് കാൽപാദങ്ങളും ചേർത്ത് വെക്കണം. രണ്ട് കാൽപാദങ്ങളും ചേർത്ത് വെക്കണം. അതാണ് സമീപകാലം ജീവിച്ചവരിൽ ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുള്ളയുടെയും നാം വായിക്കുന്ന കിതാബ് എഴുതിയ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയുടെയും അഭിപ്രായം. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയുടെയും അഭിപ്രായം. അവരതിന് തെളിവായി പിടിക്കുന്ന മറ്റൊരു ഹദീസ്
ഇമാം ഇബ്നു ഖുസൈമ റഹിമഹുല്ലാ ഉദ്ധരിച്ചതിൽ നമുക്ക് കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ രണ്ട് കാലുകളും ചേർത്തു വെച്ചു എന്നുള്ള റിവായത്ത് ഉദ്ധരിക്കുന്നുണ്ട്. പക്ഷേ അകറ്റിവെക്കണം എന്ന് പറയുന്ന പണ്ഡിതർ പറയുന്നു ആ ഹദീസ് ദുർബലമാണ്. അവിടെ സഹീഹായിട്ടുള്ളത് കാല് അകറ്റിവെക്കലാണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം പോലെ ഇജ്തിഹാദിയായ മസ്അലയാണ്, ഗവേഷണം സ്വീകരിക്കപ്പെടുന്ന മസ്അലയാണ്. ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സുജൂദിൽ രണ്ട് കാലുകളും സാധാ വെക്കുന്നത് പോലെ പ്രത്യേകിച്ച് ചേർത്ത് വെക്കാതെ നിസ്കരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നിസ്കാരം സഹീഹാണ്. ഒരു വ്യക്തി രണ്ട് കാലുകളും ചേർത്ത് വെക്കുകയാണെങ്കിലും അദ്ദേഹത്തിന്റെ നിസ്കാരം സഹീഹാണ്. രണ്ടും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം തന്നെയാണ്. ഇപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം രണ്ടാലൊന്ന് നാം സ്വീകരിക്കുകയാണെങ്കിലും നമുക്കത് അനുവദനീയമാണ്. കാരണം രണ്ടും അഹ്ലുസുന്നയുടെ പണ്ഡിതർ വിശദീകരിച്ചത് തന്നെയാണ്. ഇനി നമുക്ക് തെളിവുകളൊക്കെ നോക്കി ഏത് തെളിവാണ് കൂടുതൽ സഹീഹായിട്ടുള്ളത്, അതിന്റെ റുവാത്തുകളെ സംബന്ധിച്ച് നോക്കി, അതിന്റെ ഫിഖ്ഹിയായ മറ്റു വശങ്ങൾ നോക്കി, അതൊക്കെ നല്ല വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാധ്യതയാണ്. പക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് മനസ്സിലാക്കുക. ആ വിഷയത്തിൽ വ്യക്തമായ തെളിവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തെളിവുകൾ പിൻപറ്റുക. അതല്ലാതെ ഇത്തരത്തിൽ രണ്ട് ഭാഗത്തിനും സാധ്യതയുള്ള തെളിവുകളാണ് എങ്കിൽ ഒരു വ്യക്തിക്ക് നിസ്കാരത്തിൽ എന്താണോ കൂടുതൽ റാഹത്തായിട്ടുള്ളത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയോട് ചോദിക്കപ്പെടുന്നുണ്ട്, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറഞ്ഞു, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഏതാണ് കൂടുതൽ പ്രബലം എന്ന് മനസ്സിലാക്കാൻ നോക്കുക, അത് സ്വീകരിക്കുക. അഥവാ അത് മനസ്സിലാകുന്നില്ലെങ്കിൽ ഏതാണോ കൂടുതൽ എളുപ്പമുള്ളത് അത് നമുക്ക് സ്വീകരിക്കാം. നമുക്ക് നിസ്കാരത്തിൽ ഏതാണോ കൂടുതൽ റാഹത്ത് അത് നമുക്ക് സ്വീകരിക്കാം. നിസ്കാരത്തിൽ ഒരു വ്യക്തിക്ക് സുജൂദിൽ രണ്ട് കാലും ചേർത്ത് വെക്കാനാണ് കൂടുതൽ റാഹത്തെങ്കിൽ അദ്ദേഹത്തിന് അത് സ്വീകരിക്കാം. രണ്ട് കാലുകൾക്കിടയിൽ കുറച്ച് അകറ്റി നിൽക്കാനാണ് കൂടുതൽ സൗകര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതൊക്കെ ഞാൻ പറയുന്നതിന് ഉദ്ദേശം എന്താണ്? അനാവശ്യമായ കടുംപിടുത്തങ്ങൾ നമ്മൾ ഒഴിവാക്കണം. ഫിഖ്ഹിയായ ഇത്തരത്തിലുള്ള മസായിലുകളിൽ അനാവശ്യമായ തർക്കങ്ങളും അനാവശ്യമായ കടുംപിടുത്തങ്ങളും നമ്മൾ ഒഴിവാക്കണം. നമ്മളിൽ പല സഹോദരങ്ങളെ സംബന്ധിച്ചും മോശമായ ചിന്താഗതികൾ പല ആളുകൾക്കും വരാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ കടുംപിടുത്തം കാണിക്കും. ഇത്തരത്തിൽ ഇജ്തിഹാദിയായ ഈ പറഞ്ഞ മസല തന്നെ നിങ്ങൾ നോക്കിയേ. നമ്മൾ സമീപകാലം ജീവിച്ച പണ്ഡിതന്മാർ പൊതുവെ പറയാറുള്ളത് ഇബ്നു ബാസ്, ഇബ്നു ഉസൈമീൻ, ഷെയ്ഖ് അൽബാനിയാണ്. ഈ മൂന്നാളുകളാണ്. ഇതിൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീനും അൽബാനിയും പറയുന്നു കാല് ചേർത്ത് വെക്കണം. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയുന്നു കാല് അകറ്റി വെക്കണം. പക്ഷെ അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? അവരാരെങ്കിലും പരസ്പരം കുറ്റം പറഞ്ഞിരുന്നോ? ഇല്ല. കാരണം അവർക്കറിയാം ഇത് വിശാലമായ ഒരു കാര്യമാണ്. പക്ഷെ നമുക്കിടയിലോ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന മസല ഒന്നാണെങ്കിൽ അത് തന്നെ ശരി, വേറെ ആരെന്ത് ചെയ്താലും നമ്മൾ വിമർശിക്കും. അത് പാടില്ല. മറിച്ച് ഇതൊക്കെ തെളിവുകൾ അംഗീകരിക്കുന്നതാണെങ്കിൽ, അതിനൊക്കെ തെളിവുകളുടെ പിൻബലമുണ്ട് എങ്കിൽ ആ വിഷയത്തിൽ നമ്മൾ വിശാലത കാണിക്കണം. അത്തരത്തിലുള്ള മസായിലുകൾക്കാണ് അൽ മസായിലുൽ ഇജ്തിഹാദിയ്യ, വ്യത്യസ്ത വീക്ഷണങ്ങൾ സ്വീകരിക്കുന്ന മസലകൾ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ സുജൂദിൽ കാല് ചേർത്ത് വെക്കുകയാണെങ്കിൽ അതിനും തെളിവുകളുടെ പിൻബലമുണ്ട്, കാല് അകറ്റി വെക്കുകയാണെങ്കിൽ അതിനും തെളിവുകളുടെ പിൻബലമുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ സുജൂദിൽ കാല് ചേർത്ത് വെക്കണമെന്നോ സുജൂദിൽ കാല് അകറ്റി വെക്കണമെന്നോ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല. അഥവാ അങ്ങനെ സ്ഥിരപ്പെട്ടാൽ പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ഹദീസ് എന്താണോ അതനുസരിച്ച് അമൽ ചെയ്യുക. മനസ്സിലായോ? നമ്മളിവിടെ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുജൂദിന്റെ രൂപമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുജൂദിന്റെ രൂപമാണ്. സുജൂദിലേക്ക് വരുമ്പോൾ പെട്ടെന്നൊന്ന് പറയാം. സുജൂദിലേക്ക് വരുമ്പോൾ ഒന്നുകിൽ ആദ്യം കൈവെക്കാം, അല്ലെങ്കിൽ കാൽ മുട്ടുവെക്കാം. കാൽ മുട്ടുവെക്കുക എന്നുള്ളത് ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. കൈകൾ വെക്കുക എന്നുള്ളത് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും സ്ഥിരപ്പെട്ടതാണ്. അങ്ങനെ സുജൂദിലേക്ക് വന്നാൽ നമ്മുടെ രണ്ട് കൈപ്പത്തികൾ അത് ചേർത്തുകൊണ്ട്, കൈവിരലുകൾ ചേർത്തുകൊണ്ട് വെക്കുക. കൈപ്പത്തി ഒന്നുകിൽ ഷോൾഡറിന് നേരെ വെക്കുക. അത് ചില ഹദീസുകളിൽ വന്നു, അതിൽ ചില അഭിപ്രായ ഭിന്നതകളുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ രണ്ട് ചെവിക്ക് നേരെ, അഥവാ തല മധ്യത്തിൽ വരുന്ന രൂപത്തിൽ വെക്കുക. അത് സ്വഹീഹ് മുസ്ലിമിൽ വന്നതാണ്. കൈപ്പത്തി ഒഴികെ ബാക്കിയുള്ള കൈയുടെ എല്ലാ ഭാഗങ്ങളും ഉയർത്തിക്കൊണ്ട് വെക്കുക, ശരീരത്തോട് ചേർത്തല്ല വെക്കേണ്ടത്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം നസഈ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ സ്വല്ല ജഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്താൽ, അവിടുത്തെ നിസ്കാരം ഇങ്ങനെ സുജൂദിൽ അവയവങ്ങളൊക്കെ ചേർത്ത്, കൈകളൊക്കെ വയറോടും അതുപോലെ തന്നെ വയറ് തുടയോടൊക്കെ ചേർന്ന രൂപത്തിലായിരുന്നില്ല, മറിച്ച് കുറച്ച് വിശാലമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കാറുള്ളത്. തയ്യിബ്,
എന്നിട്ട് ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു വഫി ഹാലി സുജൂദ്, സുജൂദിൽ പറയേണ്ട പ്രാർത്ഥനകൾ യഖൂലു സുബ്ഹാന റബ്ബിയൽ അഅല. ഒന്നാമത്തെ എന്താണ്? സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറയണം. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസാണ്. സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറയണം. 3 തവണയാണോ പറയേണ്ടത്? അല്ല. കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞു 3 തവണ എന്ന് വന്നിരിക്കുന്ന ഹദീസുകൾ ദുർബലമാണ്. റുകൂഇലും സുജൂദിലും അദ്കാറുകൾ 3 തവണ എന്ന് വന്നിരിക്കുന്ന ഹദീസുകൾ ദുർബലമാണ്. മറിച്ച് എത്രയാണോ നമുക്ക് സമയം ലഭിക്കുന്നത് അത്രയും നമുക്ക് പറയാം. എത്രയാണോ നമുക്ക് സമയം ലഭിക്കുന്നത് അത്രയും നമുക്ക് പറയാം. രണ്ടാമത്തെ പ്രാർത്ഥന സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി. സുജൂദിലെ രണ്ടാമത്തെ പ്രാർത്ഥന സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി. ഇമാം ബുഖാരി മുസ്ലിമും ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. മൂന്നാമത്തെ പ്രാർത്ഥന ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ആയിഷയിൽ നിന്ന് ഉദ്ധരിക്കുന്നു സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്. സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്. അതല്ലെങ്കിൽ സബ്ബൂഹുൻ ഖദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്. 2 രൂപത്തിലും അത് വായിക്കാം. അതിനെക്കുറിച്ച് കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സുജൂദിൽ സ്ഥിരപ്പെട്ടിരിക്കുന്ന മറ്റൊരു പ്രാർത്ഥന ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇവിടെ പറഞ്ഞിട്ടില്ല. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്വഹീഹ് മുസ്ലിമിൽ വന്നിരിക്കുന്ന പ്രാർത്ഥനയാണ്. അതെന്താണ്? അല്ലാഹുമ്മ ലക സജദതു വബിക ആമൻതു വലക അസ്ലംതു സജദ വജ്ഹിയ ലില്ലദീ ഖലഖ ഫസവ്വറഹു വശഖ സമഅഹു വബസറഹു തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. اللهم لك سجدت وبك آمنت ولك أسلمت سجد وجهي للذي خلقه وصوره وشق سمعه وبصره تبارك الله أحسن الخالقين. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിച്ച ഹദീസാണ്. അപ്പോൾ ഈ അദ്കാറുകൾ നമ്മൾ പഠിക്കുക, വ്യത്യസ്തമായ അദ്കാറുകൾ ഇങ്ങനെ പഠിച്ച് നമ്മുടെ നിസ്കാരത്തിൽ ഈ സുന്നത്തുകളൊക്കെ ഹയാത്താക്കാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക. തയ്യിബ്. ഇതാണ് സുജൂദിൽ നമ്മൾ പറയേണ്ട പ്രാർത്ഥനകൾ. 4 പ്രാർത്ഥനകൾ പറഞ്ഞു. സുബ്ഹാന റബ്ബിയൽ അഅല, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി, സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്, അല്ലാഹുമ്മ ലക സജദതു വബിക ആമൻതു വലക അസ്ലംതു സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഈ 4 പ്രാർത്ഥനകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പ്രധാനമായും ഇവിടെ സ്ഥിരപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു വയുക്സിറു ഫിസ് സുജൂദി മിനദ് ദുആ. സുജൂദിൽ നിങ്ങൾ പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക. സുജൂദിൽ പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അലാ വഇന്നി നുഹീതു അൻ അഖറഅൽ ഖുർആന റാകിഅൻ ഔ സാജിദ. സുജൂദിലും റുകൂഇലും ഖുർആൻ ഓതുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു റുകൂഇൽ ഖുർആൻ ഓതാൻ പാടില്ല. അതുപോലെ തന്നെ സുജൂദിലും ഖുർആൻ ഓതാൻ പാടില്ല. ഫഅമ്മർ റുകൂഅ്, എന്നാൽ റുകൂഇൽ ഫഅള്ളിമു ഫീഹി റബ്ബ്, നിങ്ങൾ സുബ്ഹാന റബ്ബിയൽ അളീം എന്ന് പറയുക. നിങ്ങൾ റുകൂഇൽ സുബ്ഹാന റബ്ബിയൽ അളീം അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുക. വഅമ്മ സുജൂദ്, സുജൂദിൽ ഫഅക്സിറു ഫീഹി മിനദ് ദുആ, നിങ്ങൾ ദുആ അധികരിപ്പിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സുജൂദിൽ നിങ്ങൾ ദുആ അധികരിപ്പിക്കുക. ഫഖമിനുൻ അയ്യുസ്തജാബ ലക്കും, അത് ഉത്തരം ലഭിക്കാൻ സാധ്യത കൂടുതലാണ് എന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോൾ നമ്മുടെ മുമ്പിൽ റുകൂ ഉണ്ട്, സുജൂദുണ്ട്. റുകൂ ഉണ്ട്, സുജൂദുണ്ട്. റുകൂഇലും സുജൂദിലും ഖുർആൻ ഓതുന്നതിന്റെ വിധി എന്താണ്? പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതാണ്. റുകൂഇലും സുജൂദിലും ഖുർആൻ ഓതുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയതാണ്. റുകൂഇന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്? അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക. സുബ്ഹാന റബ്ബിയൽ അളീം, സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ എന്നിങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമ്മൾ പറയുക. ദുആ ചെയ്യുന്നതിന് വിധി എന്താ? റുകൂഇൽ അനുവദനീയമാണ്. ദുആ ചെയ്യൽ അനുവദനീയമാണ്. ഇബ്നു റജബ് റഹിമഹുല്ലാഹ് പറഞ്ഞു ചില സാഹചര്യങ്ങളിൽ സുന്നത്തുമാണ് എന്ന് ഇബ്നു റജബ് അൽ ഹംബലി പറഞ്ഞു. അഥവാ നമുക്ക് റുകൂഇൽ ദുആ ചെയ്യാം. സുജൂദിൽ ദുആ ചെയ്യുക എന്നുള്ളത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതാണ്. സുജൂദിൽ നമ്മൾ ഈ പറയുന്ന പ്രാർത്ഥനകൾക്ക് പുറമെ നമ്മൾ ഈ പറഞ്ഞ 4 ദിക്റുകൾ ഉണ്ടല്ലോ, അതിന് പുറമെ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യാം. ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാനുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് സുജൂദിൽ ദുആ ചെയ്യാം. ഇപ്പൊ നമ്മൾ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം, ഏത് രൂപത്തിലുള്ള ആവശ്യമാവട്ടെ, നമ്മുടെ ആവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്ക് പറയാം.
അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്ക് പറയാം. ഉദാഹരണത്തിന് നമ്മൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഇപ്പൊ സുജൂദിൽ നമുക്ക് നല്ല രൂപത്തിൽ പഠിക്കാനുള്ള കഴിവ് തരണേ, അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് തറഞ്ഞ് അല്ലാഹുമ്മ അല്ലിംനി മാ യൻഫഉനി അങ്ങനെയുള്ള പ്രാർത്ഥനകൾ പറയാൻ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുജൂദിലുള്ള പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ കൂടുതൽ സാധ്യതയുള്ളതാണ്. സുജൂദിലുള്ള പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ കൂടുതൽ സാധ്യതയുള്ളതാണ്. അറബിയിൽ തന്നെ പ്രാർത്ഥിക്കലാണ് ഏറ്റവും നല്ലത്. നിസ്കാരത്തിൽ ഏറ്റവും നല്ലത് അറബിയിൽ തന്നെ പ്രാർത്ഥിക്കലാണ്. ചില പണ്ഡിതന്മാർ സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ ആണെങ്കിൽ അറബി അല്ലാത്ത ഭാഷയിൽ പ്രാർത്ഥിക്കൽ അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏറ്റവും നല്ലത് അറബിയിൽ പ്രാർത്ഥിക്കലാണ്. ഇനി ഒരു വ്യക്തിക്ക് അറബി അറിയില്ല, അതുകൊണ്ട് അദ്ദേഹം സുന്നത്ത് നിസ്കാരങ്ങളിൽ പ്രത്യേകിച്ച് മലയാളത്തിൽ ദുആ ചെയ്താൽ അദ്ദേഹത്തിന്റെ നിസ്കാരം ബാത്തിലാണെന്ന് പറയൽ സാധ്യമല്ല. ചില പണ്ഡിതന്മാർ സുന്നത്ത് നിസ്കാരങ്ങളിൽ അനുവദിച്ചതായി നമുക്ക് കാണാം. എന്നിട്ട് ഇവിടെ ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, അന്നക ഇദാ കുൻത മഅൽ ഇമാം ഫൽമശ്റൂഉ ഫീ ഹഖ്ഖിക മുതാബഅത്തുൽ ഇമാം. നമ്മൾ ഇമാമിന്റെ കൂടെയാണ് നിസ്കരിക്കുന്നത് എങ്കിൽ ഇമാമിനെ പിന്തുടരുക എന്നുള്ളത് നിർബന്ധമാണ്. ഇപ്പൊ നമ്മൾ ഇമാമിന്റെ കൂടെ സുജൂദിലേക്ക് പോയി, ഇമാം അതിനുശേഷം ഇരുന്നു. നമ്മള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ സുജൂദിൽ ദുആ അധികരിപ്പിക്കാൻ, അതുകൊണ്ട് ഞാൻ ഇനിയും കുറച്ച് ദുആ ചെയ്യട്ടെ എന്ന് കരുതി സുജൂദിൽ ഇരിക്കാൻ പറ്റുമോ? പാടില്ല. മറിച്ച് ഇമാം എഴുന്നേറ്റ ഉടൻ എഴുന്നേൽക്കുക എന്നുള്ളത് നിർബന്ധമായ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സജദ ഫസ്ജുദു, ഇമാം സുജൂദ് ചെയ്താൽ നിങ്ങൾ സുജൂദ് ചെയ്യുക. വഇദാ റകഅ ഫർകഉ, ഇമാം റുകൂഅ് ചെയ്താൽ നിങ്ങൾ റുകൂഅ് ചെയ്യുക. ഇമാം എന്താണോ ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ ചെയ്യുക. നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് സുജൂദിലുള്ള പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ സാധ്യത കൂടുതലാണെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഇമാമിന്റെ കൂടെ നിസ്കരിക്കുമ്പോൾ യാതൊരു കാരണവശാലും ഇമാം സുജൂദിൽ നിന്ന് ഉയർന്നതിന് ശേഷവും പ്രാർത്ഥനകളിലായിക്കൊണ്ട് സുജൂദിൽ ഇരിക്കാൻ പാടില്ല. മറിച്ച് അപ്പോൾ തന്നെ എഴുന്നേൽക്കുക. ഇമാം ഏത് പ്രവർത്തനത്തിലാണോ ഉള്ളത് അതിൽ നമ്മൾ ഇമാമിനെ പിന്തുടരുകയും ചെയ്യുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. ഇനി നമുക്കരികിൽ ആരെങ്കിലും നിസ്കരിക്കുമ്പോൾ അവർ ആ രൂപത്തിൽ സുജൂദ് ദീർഘിപ്പിക്കുന്നത് കണ്ടാൽ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക. പക്ഷേ പറഞ്ഞു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ? ബഹുമാന്യനായ അധ്യാപകൻ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് ഒരിക്കൽ പറയുന്നതായി കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു ദിവസം നിസ്കരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് അരികിൽ ഹറമിൽ വെച്ച് മറ്റൊരാൾ നിസ്കരിക്കുന്നുണ്ട്. അങ്ങനെ അവർ സുജൂദിലേക്ക് പോയി. ഇമാമിന്റെ കൂടെയാണ് നിസ്കരിക്കുന്നത്. സുജൂദിൽ നിന്ന് ഇമാം എഴുന്നേറ്റ ഉടൻ ഷെയ്ഖ് അബ്ദുർ റസാഖ് ഹഫിളഹുല്ലാഹ് എഴുന്നേറ്റു. അദ്ദേഹത്തിന് അരികിലുള്ള ആ വ്യക്തി സുജൂദിൽ തന്നെ ദുആ ചെയ്യുകയാണ്. അങ്ങനെ ഷെയ്ഖ് അബ്ദുർ റസാഖിന് മനസ്സിലായി അത് പാടില്ലാത്തതാണ്. നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ അത് പാടില്ലാത്തതാണ്. ഇമാം എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ പെട്ടെന്ന് ചെയ്യണം. അങ്ങനെ നിസ്കാര ശേഷം ഷെയ്ഖ് അബ്ദുർ റസാഖ് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്തത്? സ്വാഭാവികമായി നമുക്കറിയാം, പൊതുജനങ്ങളോട് അങ്ങനെ ചോദിച്ചാൽ പെട്ടെന്ന് അവർ കോപിക്കും, അല്ലെങ്കിൽ ആ രൂപത്തിൽ നിങ്ങളാരും എന്നോട് ചോദിക്കാൻ അങ്ങനെ സംസാരിക്കും. അപ്പൊ അവിടെ ദഅവത്തിന്റെ രൂപം വിശദീകരിക്കുമ്പോൾ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് പറയുകയാണ്, ഞാൻ അദ്ദേഹത്തോട് ആദ്യം ചോദിച്ചു, നിങ്ങൾ എന്താ അങ്ങനെ ചെയ്തത്? ഈ സമയത്ത് അദ്ദേഹം എന്നോട് കോപിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്തതാണല്ലേ, അള്ളാഹു നിങ്ങളുടെ ദുആക്ക് സ്വീകരിക്കട്ടെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ. അങ്ങനെ അങ്ങോട്ട് ദുആ പറഞ്ഞുകൊണ്ട് തുടങ്ങി. നിങ്ങൾ സുജൂദിൽ ദുആ ചെയ്യാനാണല്ലോ സമയം ചെലവഴിച്ചത്. കുറെ സമയം ഇമാം എഴുന്നേറ്റിട്ടും നിങ്ങൾ സുജൂദിൽ തുടർന്നത് എന്തുകൊണ്ടാണ്? ദുആ ചെയ്യാനാണ്. അള്ളാഹു നിങ്ങളുടെ ദുആ സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരം തുടങ്ങിയപ്പോൾ അദ്ദേഹം അടങ്ങി. കാരണം ചില ആളുകൾ വിചാരിക്കുന്ന എന്താ, ഇവരെ എതിർക്കാനായിട്ടിരിക്കുന്നതാണ്. ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മനസ്സ് പിടിച്ചു. അതിനുശേഷം ഷെയ്ഖ് അദ്ദേഹത്തിന് സുന്നത്ത് പറഞ്ഞു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇമാം ഏതൊരു പ്രവർത്തനത്തിലാണോ അതിലേക്ക് നമ്മൾ പെട്ടെന്ന് പോകണം. അതല്ലാതെ ഇമാം ഒരു പ്രവർത്തനത്തിൽ നിന്ന് മാറിയാൽ ആ പ്രവർത്തനത്തിൽ തന്നെ നാം ഇരിക്കുക എന്നുള്ളത് ഇസ്ലാം വിലക്കിയതാണ്. തുടങ്ങിയ കാര്യങ്ങൾ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് സഹോദരങ്ങളെ, സുന്നത്തിന് വിപരീതമായി ആരെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ സുന്നത്തായ രൂപം നമ്മൾ സ്വീകരിക്കണം. തെറ്റുകൾ കൊണ്ടല്ല നമ്മൾ എതിർക്കേണ്ടത്. ഒരു വ്യക്തി സുജൂദിൽ ഈ പറഞ്ഞതുപോലെ ദീർഘിപ്പിച്ചു എന്ന് കരുതുക. ഇമാം എഴുന്നേറ്റതിന് ശേഷം അദ്ദേഹം സുജൂദ് ചെയ്തു. നിസ്കാരം കഴിഞ്ഞ ഉടൻ അദ്ദേഹത്തോട് നമ്മൾ കോപിച്ചു, നിങ്ങൾ എന്ത് പണിയാ ചെയ്ത്, ഇത് പറ്റില്ല, ഇത് ഹറാമാണ്, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കോപിച്ചാൽ അവിടെ അദ്ദേഹം ചെയ്തിരിക്കുന്ന തെറ്റിനെ നമ്മൾ എതിർത്തത് തെറ്റുകൊണ്ടാണ്. അത് പാടില്ല. അദ്ദേഹം ചെയ്തിരിക്കുന്ന വിഷയത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ നസീഹത്തോടുകൂടി നമ്മൾ സംസാരിക്കണം. അദ്ദേഹം ചെയ്തിരിക്കുന്ന തെറ്റുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നസീഹത്തോടുകൂടി നമ്മൾ സംസാരിക്കണം. ഇതായിരുന്നു അഹ്ലുസുന്നയുടെ മുൻഗാമികളായ പണ്ഡിതന്മാർക്കിടയിൽ, ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത കിട്ടാൻ ഇത്രയും കാരണം. ഇപ്പൊ മുൻഗാമികളിൽ ചില പണ്ഡിതന്മാരൊക്കെ
അന്ന് ജീവിച്ചിരുന്ന സൂഫികൾക്ക് അവർ ഇഷ്ടമായിരുന്നില്ല. പക്ഷേ അവർ ആ വ്യക്തികളെ കുറ്റം പറയാറില്ല, പണ്ഡിതന്മാരെ കുറ്റം പറയാറില്ല. കാരണം എന്താ? സാധാരണ ജനങ്ങൾക്കറിയാം ഈ പണ്ഡിതന്മാര് സംസാരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്, ഹക്കിന് വേണ്ടിയിട്ടാണ്. കേരളത്തിന്റെ ചരിത്രത്തിലും അങ്ങനെ തന്നെയാണ്. കേരളത്തിന്റെ ചരിത്രത്തിലും അങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. പഴയകാലം ഇവിടെ ജീവിച്ച KM മൗലവിയുടെയൊക്കെ ചരിത്രം വായിച്ചു നോക്കുമ്പോൾ അവർ ചില വിഷയങ്ങളിൽ സ്വീകരിച്ചിരിക്കുന്ന സമീപനങ്ങൾ, അവർ നല്ല രൂപത്തിൽ പല വിഷയത്തെയും സമീപിച്ചതുകൊണ്ടാണ് അവർക്കിടയിൽ സ്വീകാര്യതയുണ്ടായത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കാൻ പരിശ്രമിക്കണം. ആളുകൾ സ്വീകരിക്കുന്ന, ആളുകളുടെ മനസ്സ് സ്വാധീനിച്ചുകൊണ്ട് പറയാൻ വേണ്ടി പറ്റുമെങ്കിൽ അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതല്ലാതെ നമുക്കറിയാം അത് തെറ്റാണ്, നമ്മൾ അടുത്ത് ആക്ഷേപിക്കുക അല്ലെങ്കിൽ അങ്ങനെ വിമർശിക്കുക, അതല്ല ഒരിക്കലും തെറ്റുകൾ എതിർക്കേണ്ട ശൈലി. തെറ്റുകൾ എതിർക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല അധ്യാപനങ്ങളും നമുക്ക് കാണാൻ പറ്റും. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തെറ്റുകൾ എതിർത്തിട്ടുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കുക. തയ്യം ഇവിടെ പറഞ്ഞ എന്താ? സുജൂദിൽ ഈ പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനകൾ, ദുആകൾ നമ്മൾ പറയുക. അതിനുശേഷം സമയം ലഭിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര പ്രാർത്ഥനകൾ വേണമെങ്കിലും പറയാം. സമയം ലഭിക്കുകയാണെങ്കിൽ എത്ര ദുആ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇമാമിന്റെ കൂടെയാണ് നിസ്കരിക്കുന്നതെങ്കിൽ സുജൂദിൽ നിന്ന് ഇമാം ഉയർന്നയുടൻ നമ്മളും ഇമാമിന്റെ കൂടെ തന്നെ ഉയരണം. സുജൂദിൽ നിന്ന് ഇമാം ഉയർന്ന ഉടൻ നമ്മളും ഇമാമിന്റെ കൂടെ തന്നെ ഉയരണം. ഒരു മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം ഇമാമിന്റെ കൂടെ 4 അവസ്ഥകളാണ്. ഒരു മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം ഇമാമിന്റെ കൂടെ 4 അവസ്ഥകളാണ്. ഒന്നാമത്തേത്, ഇമാം പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ ഇമാമിന്റെ കൂടെ തന്നെ ചെയ്യുക. അഥവാ ഇമാം റുക്കൂഇലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ നമ്മൾ റുക്കൂഇലേക്ക് പോവുക. ചില ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട്. നിസ്കാരത്തിൽ അവർ നിൽക്കുകയായിരിക്കും, ഇമാം റുക്കൂഇൽ പോകുന്നത് കാണുമ്പോൾ ഇമാമിന്റെ കൂടെ തന്നെ പോകും. അത് കറാഹത്താണ്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇമാമിന്റെ കൂടെ, ഇമാം ചെയ്യുന്ന അതേ സമയം ചെയ്യുക എന്നുള്ളത് കറാഹത്താണ്. രണ്ടാമത്തെ സാഹചര്യം എന്താണ്? ഇമാമിനെ തുടരുക. ഇമാം ഒരു കാര്യം ചെയ്തു കഴിഞ്ഞയുടൻ നമ്മൾ ചെയ്യുക. ഇമാം ഒരു കാര്യം ചെയ്തു കഴിഞ്ഞയുടൻ നമ്മൾ ചെയ്യുക. അതിനാണ് എന്ത് പറയുക? മുതാബഅ എന്ന് പറയുക. അതാണ് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇദാ റകഅ ഫർകഉ. ഇമാം റുകൂഅ് ചെയ്താൽ നിങ്ങൾ റുകൂഅ് ചെയ്യുക. വഇദാ സജദ ഫസ്ജുദു. ഇമാം സുജൂദ് ചെയ്താൽ നിങ്ങൾ സുജൂദ് ചെയ്യുക. മനസ്സിലായോ? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ സാഹചര്യം എന്താണ്? മൂന്നാമത്തെ സാഹചര്യം ഹാലുൽ മുസാബഖ. ഇമാമിനേക്കാളും പെട്ടെന്ന് ചെയ്യുക. ഇമാം റുക്കൂഇൽ പോകുന്നതിന് മുമ്പ് നമ്മൾ റുക്കൂഇലേക്ക് പോവുക. ഇമാം സുജൂദിൽ നിന്ന് ഉയരുന്നതിന് മുമ്പ് നമ്മൾ സുജൂദിൽ നിന്ന് ഉയരുക. അതിന്റെ വിധി എന്താണ്? ഹറാമാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഹാലുൽ മുആസറ, ഇമാമിന്റെ കൂടെ ചെയ്യൽ, അത് കറാഹത്താണ്. രണ്ടാമത്തേത് ഹാലുൽ മുതാബഅ, ഇമാം ചെയ്തതിന് ശേഷം പെട്ടെന്ന് ചെയ്യൽ, അതാണ് സുന്നത്ത്. മൂന്നാമത്തേത് ഹാലുൽ മുസാബഖ, ഇമാം ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെയ്യൽ, അത് ഹറാമാണ്. നാലാമത്തേത് ഹാലു തഖല്ലുഫ്, ഇമാം ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യൽ. ഇമാം ചെയ്തു, അത് കഴിഞ്ഞ് ഇപ്പൊ ഉദാഹരണത്തിന് ഇമാം റുക്കൂഇലേക്ക് പോയി, ഇമാം ഇഅ്തിദാലിലേക്ക് വരുമ്പോൾ നമ്മൾ റുക്കൂഇലേക്ക് പോവാം. ഈ രൂപത്തിൽ ഇമാമിനെ തൊട്ട് കുറച്ചധികം പിന്തുക എന്നുള്ളത് അതും കറാഹത്താണ്. ഇമാമിനെ തൊട്ട് അധികമായി പിന്തുക എന്നുള്ളതും കറാഹത്തായ രൂപമാണ്. അപ്പോൾ ഇമാമിന്റെ കൂടെ മഅ്മൂമിന്റെ 4 അവസ്ഥകളാണ്. ഒന്ന് ഹാലുൽ മുആസറ, ഇമാമിന്റെ കൂടെ തന്നെ ചെയ്യുക, അത് കറാഹത്താണ്. ഹാലുൽ മുസാബഖ, ഇമാമിനേക്കാളും മുമ്പ് ചെയ്യുക, അത് ഹറാമാണ്. മൂന്നാമത്തേത് ഹാലുൽ മുതാബഅ, ഇമാം ചെയ്ത ഉടൻ ചെയ്യുക, അതാണ് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത്. നാലാമത്തേത് ഹാലു തഖല്ലുഫ്, ഇമാം ചെയ്ത് കുറെ കഴിഞ്ഞതിന് ശേഷം ചെയ്യുക, അതും ഇസ്ലാം വളരെയധികം നിരുത്സാഹപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പൊതുവെ എന്ത് പറയാറുണ്ട്? തക്ബീറത്തുൽ ഇഹ്റാമിന്റെ മഹത്വങ്ങൾ നമ്മൾ പറയാറുണ്ട്. തക്ബീറത്തുൽ ഇഹ്റാം ലഭിക്കാൻ വേണ്ടി പരിശ്രമിക്കണം, തക്ബീറത്തുൽ ഇഹ്റാം കിട്ടണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അഥവാ നിസ്കാരത്തിന്റെ തുടക്കത്തിൽ ഇമാം അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അത് നമുക്ക് ലഭിക്കുന്നതിനാണ് എന്ത് പറയുക? തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുക. അതിനാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുക. എപ്പോഴാണ് ഒരു വ്യക്തിക്ക് തക്ബീറത്തുൽ ഇഹ്റാം ലഭിക്കുക? എപ്പോഴാണ് ലഭിക്കുക? ഇമാം അല്ലാഹു അക്ബർ പറഞ്ഞ് ദുആഉൽ ഇസ്തിഫ്താഹ് ഓതാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ അല്ലാഹു അക്ബർ പറഞ്ഞാലാണ് നമുക്ക് തക്ബീറത്തുൽ ഇഹ്റാം ലഭിക്കുക. അഥവാ ഇവിടെ ഇമാം ഇശാ നിസ്കാരത്തിന് വന്നു എന്ന് സങ്കല്പിക്കുക. നമ്മളിവിടെ എല്ലാവരും സഫിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇമാം അല്ലാഹു അക്ബർ പറഞ്ഞു, നമ്മൾ സഫിലുണ്ട്, പക്ഷേ നമ്മൾ ബാക്കിലുള്ള ആളോട് നോക്കിയിട്ട് നിങ്ങൾ അവിടെ നിൽക്ക്, ഇവിടെ നിൽക്ക്, അല്ലെങ്കിൽ നമ്മൾ മിസ്വാക്ക് ഉപയോഗിക്കുകയാണ്, ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെ ഇമാം ഫാത്തിഹ ഓതാൻ വേണ്ടി തുടങ്ങിയപ്പോൾ നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. നമുക്കവിടെ തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെട്ടു.
തക്ബീറത്തുൽ ഇഹ്റാം ലഭിക്കുക എന്ന് പറയുന്നത് ഇമാം അല്ലാഹു അക്ബർ പറയുമ്പോൾ മസ്ജിദിൽ നമ്മൾ ഉണ്ടാവുക എന്നതല്ല ഉദ്ദേശം. മറിച്ച് ഇമാം അല്ലാഹു അക്ബർ പറഞ്ഞു കഴിഞ്ഞ് അടുത്തത് തുടങ്ങുന്നതിന് മുമ്പ് വജ്ജഹതു അല്ലെങ്കിൽ അല്ലാഹുമ്മ ബാഇദ് ബൈനി തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ അല്ലാഹു അക്ബർ പറഞ്ഞിരിക്കണം. മനസ്സിലായോ? അതിന്റെ രൂപം മനസ്സിലായോ? അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ആ വിഷയത്തിലുണ്ട്. ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് ഇമാം അല്ലാഹു അക്ബർ പറഞ്ഞതിന് ശേഷം ദുആഉൽ ഇസ്തിഫ്താഹ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ അല്ലാഹു അക്ബർ പറഞ്ഞാലാണ് നമുക്ക് തക്ബീറത്തുൽ ഇഹ്റാം ലഭിച്ചതായിട്ട് പരിഗണിക്കപ്പെടുക. തക്ബീറത്തുൽ ഇഹ്റാം അത്രയും ഗൗരവമുള്ള വിഷയമാണ്. അതിനുവേണ്ടി നമ്മൾ മത്സരിക്കണം. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്നിരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ലല്ലാ ലില്ലാഹി 40 യൗമൻ ഫീ ജമാഅ യുദ്രികു തക്ബീറത്തുൽ ഊല കുതിബത് ലഹു ബറാഅതാൻ. ആരെങ്കിലും 40 ദിവസം മുടങ്ങാതെ തക്ബീറത്തുൽ ഇഹ്റാമോടുകൂടി ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ അവന് 2 മോചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. ബറാഅത്തും മിനന്നാർ, ഒന്ന് നരകത്തിൽ നിന്നുള്ള മോചനം, വ ബറാഅത്തും മിനൻ നിഫാഖ്, രണ്ടാമത്തേത് കാപട്യത്തിൽ നിന്നുള്ള മോചനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, ആരെങ്കിലും 40 ദിവസം ജമാഅത്ത് മുടങ്ങാതെ, ജമാഅത്ത് സാധാരണ കിട്ടിയാൽ പോരാ, മറിച്ച് തക്ബീറത്തുൽ ഇഹ്റാമോടുകൂടി ജമാഅത്ത് മുടങ്ങാതെ നിസ്കരിക്കുകയാണെങ്കിൽ അല്ലാഹു അവന് നരകത്തിൽ നിന്നും കാപട്യത്തിൽ നിന്നും നിഫാഖിൽ നിന്നും മോചനം നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ 40 ദിവസം തക്ബീറത്തുൽ ഇഹ്റാം ലഭിച്ചാലുള്ള മഹത്വം എന്താണ്? അല്ലാഹു നരകത്തിൽ നിന്ന് അവന് മോചനം നൽകും, കാപട്യത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മോചനം നൽകും. അതുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ വിഷയത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കാണിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം നമ്മൾ ഗൗരവത്തിലെടുക്കണം. ചില സഹോദരങ്ങൾ എങ്ങനെയുണ്ട്, ഇമാം അവിടെ അല്ലാഹു അക്ബർ പറഞ്ഞിട്ടുണ്ടാകും, നമ്മളിവിടെ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുകയായിരിക്കും, ഒന്നുകിൽ സിവാക്ക് ചെയ്യുന്നതായിരിക്കും, സിവാക്ക് സുന്നത്തല്ലേ എന്ന് പറയും, അത് അതിന് മുമ്പ് ചെയ്യണം. അതല്ല, ഇമാം അല്ലാഹു അക്ബർ പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ അല്ലാഹു അക്ബർ പറയണം. ഉലമാക്കൾ പറയുന്നു, ഇമാം അല്ലാഹു അക്ബർ എന്നതിന്റെ റാ ഉച്ചരിക്കലും നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിരിക്കണം. അപ്പോഴാണ് നമുക്ക് തക്ബീറത്തുൽ ഇഹ്റാം ലഭിക്കുക. ഇമാം ദുആഉൽ ഇസ്തിഫ്താഹ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ അല്ലാഹു അക്ബർ പറഞ്ഞിരിക്കണം. അല്ലല്ല, ഏത് പള്ളിയിലാണെങ്കിലും ഇമാമിന്റെ നിസ്കാരം സഹീഹായാലും മതി. ഏത് പള്ളിയിലാണെങ്കിലും ഇത് തന്നെയാണ് വിധി. ശിർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവരുടെ മുന്നിൽ നിസ്കരിക്കൽ അനുവദനീയമല്ല, മറ്റൊരു വിഷയം. അതല്ലാതെ അള്ളാഹുൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിന്റെ ഏകത്വത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിമായ മുവഹിദായ ഏതൊരു വ്യക്തിയുടെ പിന്നിൽ നിസ്കരിച്ചാലും നമുക്കിത് ലഭിക്കുന്നതാണ്. തക്ബീറത്തുൽ ഇഹ്റാം 40 ദിവസം ഒന്നാമത്തെ റക്അത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമോടുകൂടി നമുക്ക് ലഭിച്ചാൽ ഈ 2 മോചനം. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, മുൻഗാമികളുടെ ചരിത്രത്തിൽ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ കാണാം, 50 വർഷം അദ്ദേഹത്തിന് തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെട്ടിട്ടില്ല. 50 വർഷം. ഇവിടെ നമ്മൾ പറഞ്ഞ എന്താ, 40 ദിവസം ആരെങ്കിലും തക്ബീറത്തുൽ ഇഹ്റാമോടുകൂടി ജമാഅത്തായി നിസ്കരിച്ചാൽ അവൻ അല്ലാഹു നരകത്തിൽ നിന്നും കാപട്യത്തിൽ നിന്നും മോചനം നൽകും. സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുള്ള അദ്ദേഹത്തിന് 50 വർഷം തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെട്ടിരുന്നില്ല. 50 വർഷം. എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താ, നമ്മൾ സ്വർഗത്ത് പോകും, അവർ സ്വർഗത്ത് പോകും. അപ്പൊ അവരെ ഇത്രയും അധികം പരിശ്രമിച്ചു, ഇത്രയും അധികം അവർ ത്യാഗം ചെയ്തു. തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെടാതെയുള്ള 50 വർഷം. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ പറയുന്ന ഞാനടക്കം ഈ കഴിഞ്ഞ ഒരാഴ്ച നമുക്ക് ആർക്കാ പറയാൻ പറ്റാ, നമുക്ക് ആർക്കും തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെട്ടിട്ടില്ല. സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുള്ളക്ക് 50 വർഷം തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ഇമാം ഇബ്നു മഈൻ റഹിമഹുള്ള പറയുകയാണ്, വകീഅ ഇബ്നുൽ ജറാഹ് പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, മൻ ലം യുദ്രിക് അത്തക്ബീറത്തുൽ ഊല ഫലാ തർജു ഖൈറ. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് തക്ബീറത്തുൽ ഇഹ്റാം ലഭിക്കുന്നില്ല എങ്കിൽ ആ വ്യക്തിയിൽ നന്മയുണ്ടെന്ന് നീ പ്രതീക്ഷിക്കണ്ട. ജീവിതത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ഒഴിവാക്കുന്ന വ്യക്തികളിൽ നിങ്ങൾ നന്മ പ്രതീക്ഷിക്കരുത് എന്ന് വകീഅ ഇബ്നുൽ ജറാഹ് റഹിമഹുള്ള പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് യഹ്യ ഇബ്നു മഈൻ റഹിമഹുള്ള പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും അധികം മുൻഗാമികൾ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ പ്രാധാന്യം കണ്ടിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിന് സ്ഥാനം നൽകണം. തക്ബീറത്തുൽ ഇഹ്റാം വളരെയധികം ശ്രദ്ധയോടുകൂടി നമ്മൾ കാണണം. ഇമാം അല്ലാഹു അക്ബർ പറയുന്നതിന് മുമ്പ് നമ്മൾ മസ്ജിദിൽ എത്തുക, ഇമാം അല്ലാഹു അക്ബർ പറഞ്ഞയുടൻ നമ്മൾ അല്ലാഹു അക്ബർ പറഞ്ഞുകൊണ്ട് നിസ്കാരത്തിൽ പ്രവേശിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. അതായിരുന്നു മുൻഗാമികളുടെ ശൈലി. അതുപോലെ തന്നെ ഇബ്നുൽ മുസയ്യിബ് ആണെന്നാണ് എന്റെ ഓർമ്മ. അദ്ദേഹം പറയുന്നു, ഏകദേശം 40 വർഷമായി മറ്റൊരാളുടെ മുതുക് ഞാൻ നിസ്കാരത്തിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒന്നാമത്തെ സഫ്
എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. 40 വർഷത്തോളം നിസ്കാരത്തിൽ എനിക്ക് ഒന്നാമത്തെ സഫല്ലാതെ വേറൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല. നമ്മൾ ഇന്ന് പല ആളുകൾക്കും 40 വർഷം പോയിട്ട് ഒരു മാസം ഇങ്ങനെ അവകാശപ്പെടാൻ വേണ്ടി സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കുക, ജമാഅത്തിന്റെ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കുക. അതിനുശേഷം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല ഇവിടെ വിശാലമായി അല്ലെങ്കിൽ കുറച്ച് അധികമായി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇബാറത്ത് കുറച്ച് വിശാലമാണ്, ധാരാളമുണ്ട്, 2 പേജോളമുണ്ട്. അതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. അവിടെ പറഞ്ഞിരിക്കുന്ന മസ്അലകൾ പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന മസ്അലകൾ പ്രധാനമായും 3 കാര്യങ്ങളാണ്. നമ്മളിവിടെ അവസാനമായി പറഞ്ഞത് സുജൂദാണ്. സുജൂദിൽ ദുആ അധികരിപ്പിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. സുജൂദിന് ശേഷം ഇമാം എഴുന്നേറ്റോടെ നമ്മൾ എന്ത് ചെയ്യണം? എഴുന്നേൽക്കണം. സുജൂദിൽ നിന്ന് നമ്മൾ സുജൂദിലാണ്, സുജൂദിൽ നിന്ന് എഴുന്നേറ്റോടെ നമ്മൾ എന്ത് ചെയ്യുക? ഇരിക്കുക. സുജൂദിൽ നിന്ന് എഴുന്നേറ്റയുടൻ നമ്മൾ ഇരിക്കുക. അതാണ് ഒന്നാമതായി ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇവിടെ പറഞ്ഞിരിക്കുന്ന മസ്അല. എങ്ങനെയാണ് നമ്മൾ ഇരിക്കേണ്ടത്? സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് നമ്മൾ ഇരിക്കേണ്ട രൂപം എന്താണ്? ഒന്നാമത്തെ രൂപം ഇഫ്തിറാഷാണ്. മനസ്സിലാകുന്നുണ്ടോ? 2 സുജൂദിനിടയിലുള്ള ഇരുത്തം, അതിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ സുജൂദിനെ കുറിച്ചാണല്ലോ ഇതുവരെ പറഞ്ഞത്. സുജൂദിൽ നിന്ന് 2 സുജൂദിനിടയിലുള്ള ഇരുത്തം, ആ ഇരുത്തത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഇരിക്കേണ്ട രൂപം, ഒന്നാമത്തെ രൂപം എന്താണ്? ഇഫ്തിറാഷാണ്. ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടത് കാൽ നിലത്ത് വിരിച്ചു വെക്കുക, വലത് കാൽ നാട്ടിവെക്കുക, എന്നിട്ട് ഇടത് കാലിന് മുകളിൽ ഇരിക്കുക, ഇടത് കാൽ പത്തിക്ക് മുകളിൽ ഇരിക്കുക. അതാണ് ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറയുന്നത്. മനസ്സിലായോ? വലത് കാൽ നാട്ടിവെച്ച് ഇടത് കാൽ വിരിച്ച് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇരിക്കുക. അതാണ് ഒന്നാമത്തെ രൂപം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അധികമായി വന്നിരിക്കുന്ന ഒരു രൂപം. രണ്ടാമത്തെ രൂപം എന്താണ്? ഇഖ്ആ എന്ന് പറയും. രണ്ടാമത്തെ രൂപം ഇഖ്ആ എന്ന് പറയും. അഥവാ നമ്മുടെ 2 കാലുകൾ ചേർത്ത് അല്ലെങ്കിൽ 2 കാലുകൾ നാട്ടിവെച്ച് അതിന്റെ മടമ്പിന്റെ മുകളിൽ ഇരിക്കുക. അതിന്റെ മടമ്പിന്റെ മുകളിൽ ഇരിക്കുക. അത് 2 രൂപം ഞാൻ കാണിച്ചു തരാം. അതിന്റെ മടമ്പിന്റെ മുകളിൽ ഇരിക്കുക. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്ഥിരപ്പെട്ടതാണ്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി സഹീഹ് മുസ്ലിമിൽ കാണാം. അത് സുന്നത്താണ്. ഇഖ്ആ സുന്നത്താണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ഇരിക്കുകയും അതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ ഇന്നഹു മിനസ് സുന്നഹ്, അത് സുന്നത്തിൽപ്പെട്ടതാണെന്ന് പറയുകയും ചെയ്തു. ഇമാം ത്വബറാനിയും ബൈഹഖിയും ഒക്കെ അബ്ദുല്ലാഹ് ഇബ്നു ഉമറിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ 2 സുജൂദിനിടയിലുള്ള ഇരുത്തത്തിന്റെ 2 രൂപങ്ങളാണ്. ഒന്നാമത്തേത് ഇഫ്തിറാഷ്, രണ്ടാമത്തേത് ഇഖ്ആ. 2 രൂപവും ഞാൻ കാണിച്ചു തരാം. ഒന്നാമത്തെ ഇരുത്തം ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഇടത് കാല് വിരിച്ചു വെച്ചിട്ട് വലത് കാൽ നാട്ടി വെച്ചിരിക്കുക, അഥവാ ഇങ്ങനെ ഇരിക്കുക, ഈ രൂപത്തിൽ ഇരിക്കുക. നമ്മുടെ ഇടത് കാൽ കിടത്തി വെച്ച് വലത് കാൽ നാട്ടി വെച്ചിട്ടിരിക്കുക. ഇതാണ് ഒന്നാമത്തെ രൂപം. ഇതിനാണ് ഇഫ്തിറാഷ് എന്ന് പറയുക. രണ്ടാമത്തെ രൂപം എന്താണ്? ഈ രൂപത്തിൽ ഇരിക്കുക, ഇങ്ങനെ ഇരിക്കുക. മനസ്സിലായോ? നമ്മുടെ 2 കാലുകൾ നാട്ടി വെച്ചിട്ട് ഇരിക്കുക. മനസ്സിലായോ? മനസ്സിലായോ? നമ്മുടെ 2 കാലുകൾ ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ മടമ്പിന് മുകളിൽ നമ്മൾ ഇരിക്കുക. നമ്മൾ പെട്ടെന്ന് എഴുന്നേൽക്കാനൊക്കെ ഇരിക്കുന്ന ഇരുത്തമില്ലേ, ആ ഇരുത്തം ഇരിക്കുക. ഈ 2 രൂപവും 2 സുജൂദിനിടയിൽ നമുക്ക് ഇരിക്കൽ അനുവദനീയമാണ്. ഈ 2 രൂപവും 2 സുജൂദുകൾക്കിടയിൽ നമുക്ക് ഇരിക്കൽ അനുവദനീയമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാറക്കല്ലാഹു ഫീക്കും, ഈ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ഇഖ്ആ എന്നുള്ള രൂപം നിസ്കാരത്തിൽ ഈ സാഹചര്യത്തിലല്ലാതെ വേറെ എവിടെ ഇരിക്കാൻ പാടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതാണ്. ഈ ഇഖ്ആഇന്റെ രൂപം അഥവാ 2 കാലുകൾ നാട്ടിവെച്ച് അതിന്റെ മടമ്പിന്റെ മുകളിൽ ഇരിക്കുക എന്ന് പറയുന്നത് നിസ്കാരത്തിൽ 2 സുജൂദിനിടയിലല്ലാതെ വേറെ ഒരു സാഹചര്യത്തിലും ഇരിക്കാൻ പാടില്ല. അപ്പോൾ 2 സുജൂദിനിടയിലുള്ള ഇരുത്തത്തിന്റെ 2 രൂപങ്ങളാണ്. ഒന്നാമത്തേത് പ്രവാചകനിൽ നിന്ന് അധികമായി സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നത് ഇടത് കാൽ വെച്ച് അതിന് മുകളിൽ ഇരിക്കുക, വലത് കാൽ നാട്ടിവെക്കുക. അതാണ് പ്രവാചകനിൽ നിന്ന് അധികമായി വന്നത്. രണ്ടാമത്തേത് ഇഖ്ആ ആണ്, അഥവാ 2 കാലും നാട്ടിവെച്ച് മടമ്പിൻ മുകളിൽ ഇരിക്കുക. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അത് സുന്നത്താണ്. സ്വഹീഹ് മുസ്ലിമിൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തു. ചോദിക്കപ്പെട്ടപ്പോൾ പറഞ്ഞു അത് സുന്നത്താണ്. ഇമാം ത്വബറാനിയും ബൈഹഖിയും ഉദ്ധരിക്കുന്ന ഹദീസിൽ അത്തഹിയ്യാത്തിൽ അങ്ങനെ ഇരിക്കാൻ പാടില്ല. അഥവാ രണ്ടാമത്തെ രൂപം, രണ്ടാമത്തെ നമ്മളെ കാലിങ്ങനെ നാട്ടിവെച്ചിട്ട് ചില ആളുകൾ അങ്ങനെ ഇരിക്കാറുണ്ട്, അതിരിക്കാൻ പാടില്ല. അത്തഹിയ്യാത്തിൽ അങ്ങനെ ഇരിക്കാൻ പാടില്ല. 2 സുജൂദിനിടയിൽ മാത്രമാണ് ആ ഇരുത്തം ഇസ്ലാം അനുവദിച്ചിട്ടുള്ളത്.
അബ്ദുല്ലാഹിബ്നു ഉമർ, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് അവരുടെ അഥർ ആ വിഷയത്തിൽ വന്നിരിക്കുന്ന തെളിവാണ്. ഇതാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞ ഒന്നാമത്തെ മസ്അല. സുജൂദിൽ നിന്ന് നമ്മൾ ഇരുന്നാൽ ഈ രണ്ടാലൊരു രൂപത്തിൽ നമ്മൾ ഇരിക്കുക. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ ഇവിടെ ഇരുത്തത്തിന്റെ ഒരു രൂപം മാത്രമേ പറഞ്ഞുള്ളൂ, മറ്റൊരു രൂപം ഇവിടെ അതിന്റെ കൂടെ ചേർത്തു എന്ന് മാത്രം. മനസ്സിലായോ? ഈ രണ്ട് രൂപവും അതിന്റെ തെളിവും നമ്മൾ പഠിക്കുക. രണ്ടാമത്തെ മസ്അല, രണ്ട് സുജൂദിനിടയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ കൈ എങ്ങനെയാ വെക്കേണ്ടത്? രണ്ട് സുജൂദിനിടയിൽ നമ്മൾ ഇരിക്കുമ്പോൾ, സുജൂദിൽ നിന്ന് ഉയർന്ന് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ കൈ എവിടെയാ വെക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ വിഷയത്തിൽ ഒന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇവിടെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് രണ്ട് സുജൂദിനിടയിൽ നമ്മുടെ കൈ എങ്ങനെ വെക്കണം എന്ന വിഷയത്തിൽ ഒന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് പ്രവാചകന്റെ നിസ്കാര രൂപം വിശദീകരിക്കാൻ സമീപകാലം ജീവിച്ച ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ലാഹ് എഴുതിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ കിതാബുകളിൽ അദ്ദേഹം ഈ വിഷയവുമായി സംബന്ധിച്ച് ഒരു പരാമർശവും നടത്തിയിട്ടില്ല. രണ്ട് സുജൂദിനിടയിൽ എങ്ങനെ കൈവെക്കണം എന്നതിനെ കുറിച്ച് ഒരു ഹദീസും ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടില്ല. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് കൈവെക്കേണ്ട വ്യത്യസ്ത രൂപങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും തെളിവുകളിൽ സ്ഥിരപ്പെടാത്തതാണ്. അതുകൊണ്ട് ഞാനത് വിശാലമായി പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ ഒരിടത്തു പോലും രണ്ട് സുജൂദിനിടയിലുള്ള ഇരുത്തത്തിൽ ഇങ്ങനെ കൈവെക്കണം എന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധ്യമല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ അങ്ങനെ വരാത്ത സ്ഥിതിക്ക് ഷെയ്ഖ് സ്വാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ് പറയുന്നു, ഫലക അൻ തദഅഹുമാ അലാ ഫഖിദൈക്, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? രണ്ട് തുടയുടെ മുകളിലായിട്ട് അവിടെ കൈവെക്കാം. വലക അൻ തദഅഹുമാ അലാ റുക്ബതൈക്, അല്ലെങ്കിൽ നമ്മുടെ മുട്ടുകളിലായിട്ട് നമുക്ക് കൈവെക്കാം. എങ്ങനെയാണോ നമ്മുടെ കൈക്ക് ആ രൂപത്തിലുള്ള സൗകര്യം അങ്ങനെ നമുക്ക് വെക്കാം. അതല്ലാതെ ആ സമയത്ത് നമ്മുടെ കൈ ഇന്ന രൂപത്തിൽ വെക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എവിടെയും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എവിടെയും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഇതാണ് രണ്ടാമത്തെ മസ്അല. ഒന്നാമത്തെ മസ്അല എങ്ങനെ ഇരിക്കണം, രണ്ടാമത്തെ മസ്അല കൈ എവിടെ വെക്കണം. അത് നമ്മൾ എന്ത് പറഞ്ഞു? പ്രവാചകനിൽ നിന്നൊന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് കൈ ഒരു വ്യക്തി മുട്ടിൽ വെക്കുന്നുണ്ടെങ്കിൽ മുട്ടിൽ വെക്കാം, തുടയുടെ ഭാഗത്ത് വെക്കുന്നുണ്ടെങ്കിൽ തുടയിൽ വെക്കാം. അതുപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇവിടെ പറയുമ്പോൾ എന്ത് പറഞ്ഞു? കൈ വെക്കുമ്പോൾ ഒരു കൈ അടച്ചു വെക്കണമെന്നൊക്കെ ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊന്നും ശരിയല്ല. പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ കൈ തുറന്നു വെക്കുക. രണ്ട് സുജൂദിനിടയിലുള്ള ഇരുത്തത്തിൽ നമ്മുടെ കൈ തുറന്നിട്ട് നമ്മുടെ തുടയുടെ ഭാഗത്തോ അല്ലെങ്കിൽ മുട്ടിന്റെ ഭാഗത്തോ വെക്കൽ അനുവദനീയമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മൂന്നാമത്തെ മസ്അല എന്താ? രണ്ട് സുജൂദിനിടയിലുള്ള ഇരുത്തത്തിൽ നമ്മൾ എന്ത് ദിക്റാ പറയേണ്ടത്? രണ്ട് സുജൂദിനിടയിലുള്ള ഇരുത്തത്തിൽ നമ്മൾ എന്ത് ദിക്റാ പറയേണ്ടത്? ഇവിടെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്ന ദിക്ർ റബ്ബി ഗഫിർലി വർഹംനി വഹ്ദിനി വജ്ബുർനി വആഫിനി വർസുഖ്നി എന്ന ദിക്റാണ്. റബ്ബി ഗഫിർലി വർഹംനി വഹ്ദിനി വജ്ബുർനി വആഫിനി വർസുഖ്നി ഇമാം അബൂദാവൂദും തിർമിദിയും ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്. പക്ഷേ ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. മറിച്ച് ഇമാം അബൂദാവൂദും നസഈയും ഉദ്ധരിക്കുന്ന ഹദീസിൽ സ്വഹീഹായി കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ്? റബ്ബി ഗഫിർലി എന്നാണ്. റബ്ബി ഗഫിർലി എന്നാണ്. അപ്പോൾ രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ ഏത് പ്രാർത്ഥനയാണ് വന്നിരിക്കുന്നത്? റബ്ബി ഗഫിർലി. നമുക്ക് എത്രയാണോ സമയം ലഭിക്കുന്നത് അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. റബ്ബി ഗഫിർലി റബ്ബി ഗഫിർലി എന്ന് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇസ്തഹബ്ബൽ ഇമാമു അഹ്മദ് മാ ഫി ഹദീസ് ഹുദൈഫ. ഈ ദിക്റാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് സുന്നത്തായി പറയാറുള്ളത്. ഏത് ദിക്ർ? റബ്ബി ഗഫിർലി എന്ന് മാത്രം. റബ്ബി ഗഫിർലി എന്ന ദിക്ർ മാത്രമാണ് ഇമാം അഹ്മദ് സുന്നത്തായിട്ട് പറയാറുള്ളത്. فإنه أصح عنده من حديث ابن عباس. നേരത്തെ നമ്മൾ പറഞ്ഞ റബ്ബി ഗഫിർലി വർഹംനി വഹ്ദിനി എന്ന പ്രാർത്ഥനയെക്കാളും സ്വഹീഹായിട്ടുള്ളത് എന്താണ്? റബ്ബി ഗഫിർലി എന്നത് മാത്രമാണ് എന്ന് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ തൊട്ട് ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ രണ്ട് സുജൂദിനിടയിലുള്ള ഇരുത്തവുമായി ബന്ധപ്പെട്ട് മൂന്ന് മസ്അലകൾ പറഞ്ഞു. ഒന്നാമത്തേത് ഇരുത്തത്തിന്റെ രൂപം. അതൊന്നുകിൽ ഇഫ്തിറാഷിന്റെ ഇരുത്തം, ഒരു കാൽ വെച്ച് അതിലിരുന്ന് വലത് കാൽ നാട്ടിവെക്കുക. അതല്ലെങ്കിൽ രണ്ട് കാലുകളും നാട്ടിവെച്ച് മടമ്പിൻ മുകളിലായിട്ട് ഇരിക്കുക. അതാണ് ഇരുത്തത്തിന്റെ രൂപം. രണ്ടാമത്തേത് കൈകൾ എങ്ങനെ വെക്കണം എന്നുള്ളത്. ആ വിഷയത്തിൽ ഹദീസുകൾ വന്നിട്ടില്ല. അതുകൊണ്ട് തുടയുടെ മുകളിലോ കാൽ മുട്ടിലായിട്ടോ നമുക്ക് കൈകൾ വെക്കാം. മൂന്നാമത്തേത് ആ രണ്ട് സുജൂദിനിടയിലുള്ള ഇരുത്തത്തിലുള്ള പ്രാർത്ഥന, ദുആ,
റബ്ബി ഗഫിർലി എന്നാണ് സ്ഥിരപ്പെട്ടത്. ഏത് സഹാബിയിൽ നിന്ന്? ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. ഇതാണ് ആ വിഷയത്തിൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് സൂചിപ്പിച്ചതിന്റെ ഒരാകെ ചുരുക്കം. എന്നിട്ട് ഷെയ്ഖ് ഇവിടെ ഉദ്ധരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നു, فإن قلت كيف يفرد الإمام الضمير وقد روي عن النبي صلى الله عليه وسلم في الرجل إذا كان إماما وخص نفسه بالدعاء فقد خان المأمومين. ഷെയ്ഖ് ഇവിടെ പറയാണ്, നമ്മൾ രണ്ട് സുജൂദിനിടയിലുള്ള ഇരുത്തത്തിൽ എന്ത് പറയണം എന്നാ പറഞ്ഞ്? റബ്ബി ഗഫിർലി എന്ന് പറയണം. റബ്ബി ഗഫിർലി എന്ന് പറയണം. ഇപ്പൊ ഷെയ്ഖ് ഇവിടെ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഹദീസ് വന്നിട്ടുണ്ട്. ഒരു വ്യക്തി ജനങ്ങൾക്ക് ഇമാമായി നിൽക്കുകയും ജനങ്ങളെ ഉൾപ്പെടുത്താതെ തനിക്ക് വേണ്ടി മാത്രം ദുആ ചെയ്യുകയാണെങ്കിൽ അവൻ മഅ്മൂമിങ്ങളോട് വഞ്ചന കാണിച്ചവനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ ഉദ്ധരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഒരു വ്യക്തി രണ്ട് സുജൂദിനിടയിൽ ഇമാമായിരിക്കുമ്പോൾ റബ്ബി ഗഫിർലി എന്ന് മാത്രം പറഞ്ഞാൽ ഈ ഹദീസിൽ അവൻ ഉൾപ്പെടുകയില്ലേ? മനസ്സിലായോ സംശയം? ഒരു ഹദീസ് വന്നിട്ടുണ്ട്, ആ ഹദീസിനെ കുറിച്ച് ഞാൻ പറയാം. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ പറയാണ്, ഒരു ഹദീസ് വന്നിട്ടുണ്ട്, ഏതെങ്കിലും ഒരു വ്യക്തി ജനങ്ങൾക്ക് ഇമാമായി നിൽക്കുകയും ജനങ്ങളെ ഉൾപ്പെടുത്താതെ തന്റെ ആവശ്യം മാത്രം പറയുകയും ചെയ്യുകയാണെങ്കിൽ അവൻ മഅ്മൂമിങ്ങളോട് വഞ്ചന കാണിച്ചവനാണ്. അപ്പോൾ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇമാം റബ്ബി ഗഫിർലി എന്ന് മാത്രം പറഞ്ഞാൽ ആ ഹദീസിനെതിരാവുകയില്ലേ എന്ന് ചില ആളുകൾ സംശയം ചോദിക്കും. ഷെയ്ഖ് പറയാണ്, അന്ന ഹാദാ ഫീ ദുആഇൻ യുഅമ്മിനു അലൈഹിൽ മഅ്മൂം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇമാം ഒരു കാര്യം പറഞ്ഞ് ജനങ്ങൾ അതിന് ആമീൻ പറയുന്ന വിഷയത്തെ കുറിച്ചാണ്. ഇമാം ഒരു കാര്യം പറഞ്ഞ് ജനങ്ങൾ അതിന് ആമീൻ പറയുന്നതിനെ കുറിച്ചാണ്. ഏതുപോലെ? ഉദാഹരണത്തിന്, നാട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും മുസീബത്ത് ബാധിച്ചു, നാസിലത്തിന്റെ ഖുനൂത്ത് ഓതുന്നെന്ന് കരുതുക. അപ്പൊ ഇമാം എന്ത് പറഞ്ഞു? അല്ലാഹുമ്മ റഹംനി, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഹഫ്ഫദ്നി, അല്ലാഹു എന്നെ സംരക്ഷിക്കണേ എന്ന് പറഞ്ഞു. ജനങ്ങൾ ആമീൻ ആമീൻ. അതാണ് അവിടെ ഉദ്ദേശം. ജനങ്ങൾ ഇമാമിന്റെ പ്രാർത്ഥന കേട്ട് ആമീൻ പറയുന്ന സ്ഥലങ്ങളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് ഉദ്ദേശിച്ചത്. അതല്ലാതെ നിരുപാധികമല്ല എന്ന് അതിന് മറുപടിയായി ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇവിടെ പറഞ്ഞു. പക്ഷേ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഷെയ്ഖ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഹദീസ് അതിന്റെ പൂർണ്ണത ഇങ്ങനെയാണ്. സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിന്റെ പൂർണ്ണത ഇങ്ങനെയാണ്: ലാ യഉമ്മു അബ്ദുൻ, ഒരാളും ജനങ്ങൾക്ക് ഇമാമായി നിൽക്കുകയില്ല, ഫയഖുസ്സ നഫ്സഹു ബിദഅവത്തിൻ ദൂനഹും, ജനങ്ങളെ ഉൾപ്പെടുത്താതെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ദുആ ചെയ്തു, ഫഇൻ ഫഅല ഫഖദ് ഖാനഹും, അങ്ങനെ ചെയ്യുന്നവൻ അവരോട് വഞ്ചനയാണ് കാണിക്കുന്നത്. ഇതാണ് ആ വിഷയത്തിൽ വന്ന ഹദീസ്. പക്ഷേ ഈ ഹദീസ് ദുർബലമാണ്. ഈ ഹദീസ് ദുർബലമാണ്. സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഹദീസ് ദുർബലമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ ഒരു സംശയത്തിന് അവിടെ പ്രസക്തി വരുന്നില്ല. ഈ ഹദീസ് ദുർബലമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ആ ഒരു ഹദീസിന്, അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിന് അവിടെ പ്രസക്തി വരുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഒരു വ്യക്തി ഇമാമായി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കേട്ട് ജനങ്ങൾ ആമീൻ പറയുന്ന സാഹചര്യത്തിലാണെങ്കിൽ ജനങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ദുആ ചെയ്യേണ്ടത്. ഒരു വ്യക്തി ജനങ്ങൾക്ക് ഇമാമായി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ദുആക്ക് ജനങ്ങൾ ആമീൻ പറയുന്ന സാഹചര്യമാണെങ്കിൽ ജനങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ദുആ പറയേണ്ടത്. മനസ്സിലായോ? ഒരു വ്യക്തി ഇമാമായി നിസ്കരിക്കുകയാണ്, അദ്ദേഹം രണ്ട് സുജൂദിനിടയിൽ റബ്ബി ഗഫിർലി റബ്ബി ഗഫിർലി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സുജൂദിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ദുആ ചെയ്തു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല, അദ്ദേഹത്തിന് അനുവദനീയമാണ്. പക്ഷേ അദ്ദേഹം ഉറക്കെ ദുആ ചെയ്തു നിസ്കാരത്തിൽ, ജനങ്ങൾ ആമീൻ പറയാൻ. ആ സമയത്ത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ പറയാമോ? പറയരുത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ദുആ ചെയ്യാമോ? പറയാൻ പാടില്ല. മറിച്ച് ജനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രാർത്ഥന നടത്തേണ്ടത്. അല്ലാഹുമ്മ ഗഫിർ ലനാ, അല്ലാഹുമ്മ റഹംനാ എന്നിങ്ങനെ ജനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രാർത്ഥന നടത്തേണ്ടത്. അതല്ലാതെ അദ്ദേഹത്തിന്റെ സ്വന്തം കാര്യങ്ങളല്ല അദ്ദേഹം പറയേണ്ടത്. ഇതാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞത്. എന്നിട്ട് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, സുമ്മ യസ്ജുദു ലിസ്സജ്ദ, അതിനുശേഷം ثم يسجد للسجدة الثانية كالسجدة الأولى في الكيفية وفيما يقال فيها. ഒന്നാമത്തെ സുജൂദ് കഴിഞ്ഞു, അതിനിടയിലിരുന്നു, അതിലുള്ള 3 മസ്അലകൾ നമ്മൾ പറഞ്ഞു. പിന്നീട് എന്ത് ചെയ്യുക? രണ്ടാമത്തെ സുജൂദ് ചെയ്യുക. അതിനുശേഷം രണ്ടാമത്തെ സുജൂദ് ചെയ്യുക. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. രണ്ടാമത്തെ സുജൂദിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അതിന്റേതായ രൂപം ഒരേ രൂപമാണ്, ഒരേ ദിക്റുകളാണ്. പ്രത്യേകിച്ച് അതിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. രണ്ടാമത്തെ സുജൂദ് വരെ മനസ്സിലായില്ലേ? ഇനി നമുക്ക് ബാക്കിയുള്ളത് എന്താ? രണ്ടാമത്തെ സുജൂദിൽ നിന്ന് മൂന്നാമത്തെ റക്അത്തിലേക്ക് വരുന്നത്,
അഫ്വൻ, രണ്ടാമത്തെ സുജൂദിൽ നിന്ന് രണ്ടാമത്തെ റക്അത്തിലേക്ക് വരുന്നത്, അതുപോലെ തന്നെയാണ് 3 നിന്ന് 4 വരുന്നത്. അതുപോലെ തശഹുദ് 3-4 റക്അത്തിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഇതോടുകൂടി ഇൻഷാ അല്ലാഹ് നമ്മുടെ ദർസ് അവസാനിക്കും. അപ്പൊ ഇത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദർസിൽ പറയാം. രണ്ടാമത്തെ സുജൂദിന് ശേഷം രണ്ടാമത്തെ റക്അത്തിലേക്ക്, ഒന്നാമത്തെ റക്അത്തിലെ രണ്ടാം സുജൂദിന് ശേഷം രണ്ടാം റക്അത്തിലേക്ക് ഉയരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആദ്യം കൈയിൽ അവലംബിച്ചുകൊണ്ടാണോ, കൈ എങ്ങനെയാണ് വെക്കേണ്ടത് തുടങ്ങിയ പല വിഷയത്തിലും പല അഭിപ്രായങ്ങളുമുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദർസിൽ പറയാം. അതോടുകൂടി നമ്മുടെ ദർസ് ഇൻഷാ അല്ലാഹ് അവസാനിക്കും. അടുത്ത ദർസോടുകൂടി നമ്മുടെ ഈ കിതാബ് ഇൻഷാ അല്ലാഹ് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് സമയങ്ങളുണ്ട്, ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉപകാരമായ അറിവ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പറഞ്ഞ വിഷയങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട് മൊത്തത്തിൽ നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وعلى آله وصحبه وسلم. سبحان الله وبحمده سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.